ഞാൻ ടാഗോറാ. ഏത് ക്ലാസ്സിലാ? 4 ഞാൻ വിചാരിച്ചു LKG. എന്നിട്ടോ എന്നിട്ടെന്താ കാര്യം? എന്തിന്? ആരെ പഠിപ്പിക്കല്? നിന്റെ വീട്ടിൽ അമ്മയാന്ന് വെച്ചാ ആരോ പഠിപ്പിക്കണം. ആരും പഠിപ്പിക്കല് ഇങ്ങനെ പേടി എന്താണെന്നറിയാം. പേടി എന്ന് പറഞ്ഞ വാക്കുകൾ കേട്ട ആദ്യം ആരാണ് പേടിപ്പിക്കുന്നത്? തെയ്യ, ഗുളികൻ, പടച്ചോൻ, ഭ്രാന്തന്മാര്, പോലീസുകാര്, പ്രേതം, പാമ്പ്. എന്തിനെ പാമ്പാന്നോ വലുത്? നീയാണോ വലുത്? ഇപ്പൊ നിന്നെ കാണുമ്പോ പാമ്പല്ലേ പിടിക്കുന്നത്? പാമ്പ് ഈ കൈയുടെ വലുപ്പമുണ്ടോ ഒരു പാമ്പ്? അത്രല്ലേ ഉള്ളൂ. അപ്പൊ നീ എന്ന് പറഞ്ഞ 1, 2, 3, 4, 5 പാമ്പിന്റെ അത്ര വലുപ്പമുണ്ട്. ഉണ്ടോ ഇല്ലയോ? പിന്നെ ഇതിനെ പഠിക്കുന്നു. പാമ്പല്ലേ പഠിക്കും. പാമ്പിനെ കാണുമ്പോ ഇങ്ങനെ കാണിക്കുക, 5 പാമ്പാനെ. പ്രശ്നം തന്നെ ഉള്ളൂ. ഞാനിവിടെ ഒറ്റക്കല്ല കിടക്കും. എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഒറ്റക്കാണ്. പണ്ടല്ല എനിക്ക് ആകെ കൂട്ടുള്ള പാമ്പായിരുന്നു. ഈ വലുപ്പ് തുറന്ന അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവും. ഇപ്പൊ ഉണ്ടാവും ചിലപ്പോ. വണ്ടി ഈ മച്ചിന്റെ മുകളിലൊക്കെ പാമ്പുണ്ടാവും. ഇങ്ങനെ ഓട്ടിന്റെ മുകളിൽ പാമ്പ്. അന്നേരം എന്താ വെച്ചാൽ അവിടെ ഒരു കൊല്ലനുണ്ട്. ആ കൊല്ലന്റെ അടുത്ത് കൂടും. അപ്പൊ കൊല്ലൻ ഇങ്ങനെ ഇത് അടിക്കാൻ വേണ്ടി പിടിക്കാൻ ഉപയോഗിക്കുന്ന കവണി, അത് വലിയ നീളമുള്ളതായിരിക്കും. അതെടുത്തോണ്ട് വന്നിട്ട് അതിന്റെ കഴുത്തിങ്ങനെ പിടിക്കും. കഴുത്തിങ്ങനെ പിടിക്കുമ്പോൾ അതിന്റെ വാലോണ്ട് വന്നിട്ട് തന്നെ അടിക്കുക. അത് ചെറിയ കുഞ്ഞ്, എത്ര ഒന്നുമില്ല, കയ്യിൽ ഇത്രയെല്ലാം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് അത് ചാവുന്നത് വരെ പിടിക്കും. എപ്പോഴാണോ അടി നിൽക്കുന്നത് അപ്പൊ നോക്കുമ്പോ ചത്തക്കും. കാരണം അതിനെ അടിക്കാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ അടിക്കുക? മുകളിൽ നിൽക്കുന്ന ഒരു പാമ്പിനെ അടിച്ചുവല്ല. അപ്പൊ ഞാൻ എത്ര പാമ്പിനെ കൊണ്ടുണ്ടാവും? എനിക്ക് 100 കണക്ക്. ഈ പോകുന്ന വഴി കംപ്ലീറ്റ് ഇടവഴിയാണ്. ഇത്ര ഉണ്ടായിരുന്നു. 2 ഭാഗത്തെയും മതിൽ ഞാൻ കുത്തിപ്പൊട്ടിച്ചു. ഒരാളും പണിയെടുക്കില്ല. കാരണം വെച്ചാൽ ഏത് മതിൽ വെട്ടിയാലും പാമ്പുണ്ട്. എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വടി വെക്കും, അങ്ങോട്ട് പോകുമ്പോ അവിടെ വെക്കും, തിരിച്ചു വരുമ്പോ ആ വടി ഇങ്ങോട്ട് വെക്കും. അങ്ങനെയാ ഞങ്ങൾ പോയത്. ഞാൻ വെച്ചാൽ എത്ര കാലം ഈ വടിയും കൊണ്ട് നടക്കുക? എന്നാ ഇത് വഴിയാക്കിയിട്ട് ഈ റോഡ് വെട്ടിയത് ഞാൻ. ഈ റോഡ് ഫുൾ വെട്ടി ഉണ്ടാക്കിയത് ഞാൻ. അന്ന് അത് വെട്ടുന്നത് മാത്രമല്ല, ആടെ വെട്ടുമ്പോ ഈ ഇവിടെ ഒരു ഉമ്മയുണ്ടായിരുന്നു, ഉമ്മ ചിത്തോറി, അതും കേൾക്കണം. അപ്പുറത്തെ ഇളയമ്മയും ചിത്തോറി, അതും കേൾക്കണം. നമ്മുടെ തന്നെ വഴിയായാലും നമ്മുടെ തന്നെ പറമ്പായാലും എന്തിനാ ഇത്ര നന്നായി? ആ ഒരു കാര്യത്തിൽ അവർക്ക് കൺസെപ്റ്റേ ഇല്ലല്ലോ. ആ സമയത്ത് ഞാൻ എന്റെ ഭഗവാനെ എല്ലാ ദിവസവും സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ആദ്യം വഴിവെട്ടല എന്റെ പണി. ആ വഴിവെട്ടുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം പാമ്പിനെ തപ്പലാണ്. തപ്പി 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 കൊടി. എത്ര എന്ത് പാപം? ഇവിടെ ഒരു കൊതു കടിക്കുമ്പോ എന്നാ പാപല്ലേ കടിച്ചോന്ന് പറഞ്ഞിട്ട് അഹിംസ എല്ലാത്തിനും ഒരേപോലെയാണ്. ഇവിടെ കൊതു കടിച്ചാലും പാവല്ല. കൊതുവിനെ കൊന്നതും പാവം, മനുഷ്യനെ കൊല്ലുന്നതും പാവം. അഹിംസ പരമോ ധർമ്മ. അഹിംസ പരമോ ധർമ്മ. എവിടെ, എന്ത്, എങ്ങനെ, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എപ്പോ ചെയ്യുന്നു. അതെ, അതിനെ ഒഴിവാക്കണം നമുക്ക്. അങ്ങനെയില്ല. ഞാൻ മണ്ണ് വെട്ടാൻ തുടങ്ങുമ്പോ ആ ശബ്ദം കേട്ടാൽ അവിടുന്ന് പോണം. അത് പാമ്പിന്റെ ധർമ്മമാണ്. അത് പോയില്ലെങ്കിൽ അതിനെ കൊല്ലാൻ എനിക്കറിയാം. ഞാനിപ്പോ കൊതു കടിച്ചാല്, കൊതു കടിക്കുമ്പോ എനിക്ക് ശല്യം ചെയ്യാണ്ട് കൊതു കടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൊതു സാധാരണ കടിക്കുന്നതിൽ 100 കൊതു കടിച്ചാൽ 2 കൊതു നമ്മൾ അറിയുന്നുള്ളൂ. ഒരു കൊതു വരുമ്പോ ആദ്യം ഒരു ഇഞ്ചക്ഷൻ തരും. അതിന് സഡേഷൻ എന്നാ പറയാ. ആ സഡേഷൻ തന്നിട്ട് അതിന് ചുറ്റും നമ്മളെ ഒരു കെമിക്കൽ കുത്തി വെച്ചിട്ട് നമ്പി ചെയ്തിട്ടാണ് പിന്നെ അത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ആ ബ്ലഡ് എടുക്കുന്നത് നമ്മൾ അറിയേയില്ല. നമ്മൾ കണ്ടുപോയ അടിക്കുമ്പോ അതിന്റെ കൊമ്പ് അതിനകത്ത് പെടുമ്പോഴാണ് അത് വീർത്തിട്ട് നമുക്ക് ചൊറിയുന്നത്. നമ്മളത് കടിക്കുമ്പോൾ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള ബ്ലഡ് എടുത്ത് അടുത്ത ഒരു ഇൻടോക്സിക്കേറ്റിംഗ് സാധനം അടിച്ച് അതിനെ നള്ളിഫൈ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് പോകും. അങ്ങനെ ചെയ്ത ഒരു രോഗം പരക്കൂല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യും.
നമ്മളെന്ത് ചെയ്യാനാണ്? അത് കണ്ടുപോയി എന്നുള്ള എന്റെ അപരാധമല്ല, അത് ഭഗവാൻ പറഞ്ഞതാണ്. അല്ല സാറ് പറഞ്ഞത് 100% അഹിംസ എന്നുള്ളത് ഒരിക്കലും പ്രാവർത്തികമാവില്ല. ആർക്കും ആവില്ല. അങ്ങനെയാണ് ഇപ്പൊ സിംഹം മാനിനെ കൊല്ലാൻ പാടില്ല. ഒരു ചെറിയ മീൻ വലിയ മീൻ കണ്ട ഉടനെ അതിനെ തിന്നില്ലെങ്കിൽ അത് പട്ടിണി കിടന്ന് ചത്തുപോകും. കഴിക്കാനും പറ്റില്ല. ദൈവത്തിന് പറ്റിയ തെറ്റാണോ? അല്ലല്ല, ആവശ്യത്തിലധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു നെല്ലുമണിയിൽ നിന്ന് 1000 നെൽമണികൾ ഉണ്ടാവുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നെൽമണിയെ തിന്നാലും കുഴപ്പമില്ല. അതിൽ 1 2 ശേഖരിച്ചു വെച്ചാൽ അടുത്ത ജനറേഷനിലേക്ക് പോവുകയുള്ളൂ. ഓക്കെ. കുളിക്കുമ്പോൾ എത്ര ബാക്ടീരിയ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കൈ നോക്കിയാൽ ഇതിനകത്ത് ഇഷ്ടം പോലെ ബാക്ടീരിയ ഉണ്ടാവും. ഇതിനുള്ളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടതും കാണാത്തതും വ്യത്യാസം. ഇപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടില്ല നിങ്ങൾ കുടിക്കാൻ, ചായ കുടിക്കണം. ആ വെള്ളത്തിൽ എത്ര മൈക്രോബ്സ് ഉണ്ടാവും? നിറച്ചും മൈക്രോബ്സ് ആണ്. ഞാൻ അവനോട് ചോദിച്ചു രാവിലെ, നാരായണൻ കുട്ടിയല്ലേ നിന്നെ പരിചയപ്പെടുത്തുന്നത്, എന്നാ വരുമ്പോ ഞാൻ തലപ്പുറം വഴിയാ വരുന്നത്, കേട്ടാ വരുന്നു എന്റെ കൂടെ എന്ന് ചോദിച്ചു. ഇനി ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതാണ്, നീ എന്നാ പിന്നെ ഫോൺ ഞാൻ ഇവിടെ വന്നിരുന്നു, നീ എന്റെ ഫോൺ നമ്പർ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു എന്റെ നമ്പർ എടുത്തിട്ടില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവുകയാണ് വേണ്ടത്. കുറെ ക്ലൂ കൊടുത്തില്ല. താല്പര്യമില്ല, താല്പര്യം ഉണ്ടാകും. പഠിക്കണം എന്നുള്ള അല്ല, അതെന്താന്നറിയില്ല. അല്ല, അതുകൊണ്ടല്ല, പഠിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാക്കി കൊടുക്കലാണ് ടീച്ചേഴ്സിന്റെ കാരണം. അതാണ്. പക്ഷേ ടീച്ചേഴ്സ് ഇത് പഠിച്ചാൽ മാർക്ക് കിട്ടും പറയും. അപ്പൊ മാർക്ക് കിട്ടുന്നത് പഠിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അതെ അതെ, പഠിക്കാൻ പ്രേരണ അല്ലെ. വലിയ ടീച്ചർക്ക് അറിയുന്നത് ചെറിയ ഭാഗല്ലേ. ഇൻസ്പിറേഷൻ ആണ് വേണ്ടത്. ആചാര്യാൽ പാദമാദത്തെ പാദം ശിഷ്യ സ്വമേധയ പാദം സത് ബ്രഹ്മചാരിഭ്യാം പാദം കാലക്രമേണ. ഇതൊക്കെ ഏറ്റവും വലിയ ഉത്തരങ്ങൾ കിട്ടാനുള്ള ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് ചോദിക്കാം. അതാണ് ഉപനിഷത്ത്, വേദങ്ങള് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം ഞാനിപ്പോ ചോദിച്ചില്ലേ, ആരാണ് പ്രൈം മിനിസ്റ്റർ, ആരാണ് ഇതെവിടുന്നാണ് കിട്ടുന്നത്, ഇതെങ്ങനെയാണ് ഉണ്ടാവുക? ഏറ്റവും നല്ല ചോദ്യങ്ങൾ വലിയൊരാൾ ആദ്യം അയാളെ പഠിക്കണം. നമ്മൾ അയാളെ പഠിച്ചു കഴിയുമ്പോൾ സാധാരണ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, നമ്മളിപ്പോ കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ ഒരു ചോദ്യം, ഞാൻ തിലകനെയാണ് കാണുന്നത്, ഞാനും തിലകനൊക്കെ കൂടെ യാത്ര ചെയ്തു. ഇപ്പം ഞാൻ തിലകനോട് എന്ത് പണിയാ ചെയ്യുന്നു ചോദിക്കാൻ പറ്റും? നാണക്കടല്ലേ? നമ്മൾ അറിവില്ലായിരുന്നു. ഇപ്പൊ ഞാനിപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴാണ് ഇവിടുന്ന് മനോജ് കെ ജയൻ ഉണ്ടായിരുന്നു. മനോജ് കെ ജയനെ ഞാൻ കണ്ടപ്പോ, മനോജ് കെ ജയന്റെ ഒരു ബന്ധുവില്ലേ ഇവിടെ നടുവില്, എന്റെ വർക്ക് ചെയ്തൊരു പയ്യൻ, അവന്റെ അമ്മയുടെ ഏച്ചിയുടെ നടുവിലാണ് ആലപ്പുഴ. അപ്പൊ എനിക്ക് അറിയണം ജയ വിജയന്മാരില് ആ ട്രഡീഷനിൽ വരുന്ന ആളാണെന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കില്ല. അപ്പൊ അയാളുടെ ഒരു 10 സിനിമ ഞാൻ കണ്ടാലേ എനിക്ക് അയാളോട് സംസാരിക്കുന്ന അർത്ഥമുള്ളൂ. അതല്ലെങ്കിൽ ഒരു സെൽഫി എടുത്ത് പോകാൻ കുറേ പേര് വരും. അക്കൂട്ടത്തിൽ നമ്മൾ ആവാണ്ടിരുന്നാണ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എന്റെ ഫ്ലൈറ്റ് ഡിലേ, അപ്പൊ ബാംഗ്ലൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് എനിക്ക് മിസ്സായി. അപ്പൊ ഞാൻ അവിടെ ആർഗ്യൂ ചെയ്തിട്ട് എനിക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ. ശരിക്കും അങ്ങനെ വേണ്ട, കാരണം ഞാൻ കമ്പൈൻഡ് അല്ല ചെയ്തത്, 2 സെപ്പറേറ്റ് കിറ്റ് ആയിട്ട് ചെയ്തു. ഇൻഡിഗോക്കാരെ തരണം തന്നെയാണ്. പക്ഷെ ഞാൻ ആർഗ്യൂ ചെയ്തത് മേടിച്ച സമയത്തേക്കും മനോജ് കെ ജയൻ അടുത്തുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചു, ഇന്നത്തേക്കാ പോകുന്നതല്ലേ, എന്താ ചെയ്യണം, ഞാൻ ഞങ്ങൾ പയ്യന്നൂരാ പോയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മൾ ഇന്ന സിനിമ അയാളുടെ വളരെ കാച്ചിങ് ആണെന്ന് നമുക്ക് അറിയുമ്പോഴാണ് നമ്മൾ മനോജ് കെ ജയനും ശരിക്കും ശ്രദ്ധിച്ചു പോയതല്ല. പക്ഷെ ഇന്ന സിനിമ കഴിയുമ്പോഴാണ് നിങ്ങളെ ശ്രദ്ധിച്ചതെന്ന് പറയുമ്പോൾ, ഓ ഹി നോസ് ഐ ആം എ ഫാൻ ഓഫ് സിനിമ. അത് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അവരെ കുറിച്ച് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഇനി എന്താണ് പ്രോജക്ട്, അല്ലെങ്കിൽ ഇന്നത്തെ മലയാള സിനിമ, ആ വ്യക്തിയോട് ചോദിക്കുന്ന അതല്ലാതെ ഇതുവരെ ആരും ചോദിക്കാത്ത പല ചോദ്യങ്ങളുണ്ടാവും. ഉണ്ടാവും. അല്ല, അങ്ങനെ ഉണ്ടാവും ഇപ്പൊ നമുക്കറിയില്ല, കാരണം ലോകം ഫുൾ നമുക്കറിയില്ല. ഇപ്പൊ മനോജ് കെ ജയനോട് ഇപ്പൊ നമ്മൾ മുൻകാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ അറിവില് നമ്മൾ കേട്ടറിവിൽ ഇല്ലാത്ത, ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം, ഞാനൊരു ടെക്നോക്രാറ്റാണ്, കുറെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ 1 2 3 4 5 6. ഇപ്പൊ എന്നോട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരാളോട് കണ്ടാ ചോദിക്കും, എല്ലാം സ്ക്വയറും റെക്ടാംഗിളും അല്ലേ, അല്ലെ? എന്തുകൊണ്ടാ റൗണ്ട് ആയിട്ട് ഒരു ഫോൺ ഇല്ലാത്തത്? ഒരു ചോദ്യമാണ്. ഞാൻ ആദ്യം ചോദിക്കാത്തത്.
ഈ ഫോണുകളൊക്കെ എനിക്ക് മൗത്ത് പീസ് ഇങ്ങനെയും ചെവിയിൽ ഇങ്ങനെയും വെക്കുന്നതാണ് ശരിക്കും ഏറ്റവും കംഫർട്ടബിൾ. പണ്ടത്തെ ഫോൺ അങ്ങനെയായിരുന്നില്ല, ഇങ്ങനെയുള്ള റൗണ്ടും ഇങ്ങനെയുള്ള റൗണ്ടും. അപ്പൊ ഇതേ ഒരു സാധനം അങ്ങനെ 2 റൗണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തിട്ട് റൗണ്ട് ആയിട്ട് മറ്റേ ഈ കണ്ണാടിയില്ലേ, ആ കണ്ണാടി പോലെ റൗണ്ട് ആയിട്ട് പോക്കറ്റ് ഇടാൻ പറ്റുന്നത് എന്ത് രസമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. അപ്പൊ ഞാനൊരു ടെക്നോക്രാറ്റിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത്, ഒരു ഫോൺ എന്റെ കൂടെ പിന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളോട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യും. എനിക്ക് ഉത്തരം അറിയാത്തോണ്ടല്ല, എനിക്കറിയാം, പക്ഷെ അയാളുടെ വേർഷൻ അറിയാൻ പറ്റും. കാരണം എന്റെ പണിയെ സബ്ജക്ട് ഇമേജ് പ്രോസസിംഗ് ആണ്. ഇമേജ് പ്രോസസിംഗിന് ചെയ്യാൻ പറ്റാത്ത സംഭവം ആയതുകൊണ്ടാണ് ചെയ്യാറ്. ഇപ്പൊ ലാപ്ടോപ്പ് എന്തുകൊണ്ടാണ് റെക്ടാംഗിൾ റൗണ്ട് ആയിട്ടാക്കി എനിക്ക് സുഖമല്ലേ എന്ന് പറഞ്ഞാൽ പറ്റൂ. കാരണം ഇമേജുകളൊക്കെ റെക്ടാംഗിൾ ആയിട്ടാണ് ഡിസ്പ്ലേ. പക്ഷെ ഞാൻ അയാൾ ചോദിച്ചത് എന്തിനാ വെച്ചാല്, അങ്ങനെ ഉണ്ടായിട്ട് എന്റെ ബാക്കിയുള്ള ഇതുണ്ടല്ലോ, നമ്പറും ഫിംഗറും ഒക്കെ ചുറ്റുമാക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി എ ഹൈലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. അയാളെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്രാവശ്യം ഞാൻ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരാള് ഇൻഡിഗോളാണ്, ഫസ്റ്റ് റോയലാണ് എൻ്റെ സീറ്റ്. അപ്പൊ എനിക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തിരിക്കുന്ന ഒരു സർദാർജിക്ക്, ഞാൻ 2 ആളുടെ ഇടയിലാണ്. അപ്പൊ ഇപ്പൊ ഒരുത്തൻ കുറെ മാത്തമാറ്റിക്സ് കാൽക്കുലസ് പഠിക്കാറ്, അങ്ങനെ സഹായിക്കാൻ. അപ്പൊ എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം അവന് ഒരു വലിയ താല്പര്യം അവന് കണ്ടില്ല. ഇപ്പുറത്തിരിക്കുന്ന ആള് വളരെ സീരിയസ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അയാൾ ഉറങ്ങാം. അപ്പൊ ഭക്ഷണം വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞൊരു കോഫി വന്നു. അപ്പൊ എയർ ഹോസ്റ്റസ് പറഞ്ഞു, നമ്മൾ കോഫി ആയിട്ട് വിൽക്കാറില്ല, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചാൽ കോഫി വിൽ ബി എ കോംപ്ലിമെന്റ്. അപ്പൊ ഞാൻ കഴിക്കാൻ മേടിച്ചപ്പോൾ കോഫി മേടിച്ചിട്ടില്ല, ഞാൻ സെർവ് മൈ കോഫി ഫോർ ഹിം, അയാൾക്ക് എന്റെ കോഫി കൊടുക്കാം, ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ അയാൾ പറഞ്ഞു, നോ നോ സി, ഞാൻ ഇപ്പൊ കഴിഞ്ഞ കണക്ഷൻ ഫ്ലൈറ്റിൽ ഭക്ഷണം മേടിച്ചതേ ഉള്ളൂ, പക്ഷെ അപ്സം ഞാൻ കാപ്പി കുടിച്ചില്ല, ഇപ്പൊ എനിക്ക് കാപ്പി കുടിക്കാൻ. ഞാൻ പറഞ്ഞു എയർ ഹോസ്റ്റസിനോട്, ഞാൻ പറഞ്ഞു ഐ വിൽ കംപ്ലൈന്റ്. കാഫി വേണം തോന്നുന്ന ഒരാൾക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പൊ അവര് പിന്നെ സോറി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടി അയാളോട് സംസാരിക്കാൻ. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിലാ വർക്ക് ചെയ്യുന്നത്? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ എന്തിലാ? സ്ട്രാറ്റജി ഓഫ് അഗ്രികൾച്ചർ. അതെന്താ ചെയ്തത്? അപ്പൊ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്ത സംഭവങ്ങൾ ഞാനൊരു 100 ചോദ്യം ചോദിച്ചു. അപ്പൊ നിങ്ങൾ എന്താണ് പ്രൊഡക്ഷൻ നന്നാക്കാൻ? അയാൾക്ക് 500 പേര് അയാളുടെ കീഴിൽ റിസർച്ച് ചെയ്തു. ഒരു നെല്ല് വിത്തായിട്ട് മാറുമ്പോൾ അതിലൊരു മെയിലും ഫീമെയിലും ഉണ്ട്. ഒരു നെല്ല് വിത്താവുമ്പോ ഒരു അമ്മയിൽ ഗർഭപാത്രത്തിൽ കുട്ടി ഉണ്ടാവുന്നത് പോലെയാണ്. എന്നുവെച്ചാൽ ഒരു മെയിലും ഒരു ഫീമെയിലും ചേർന്നാലേ ഒരു വിത്താവും. വിത്ത് തന്നെയാണ് ധാന്യം. നമ്മൾ തിന്നുന്ന ആ ഒരു അരിമണി ഉണ്ടാവാൻ ആ അരി ഉണ്ടാവുന്ന കതിരില് ഒരു പിന്നെ ഭോഗം നടക്കുന്നുണ്ട്. അപ്പൊ ഒരാണും ഒരു പെണ്ണും ഉണ്ട്. അപ്പൊ ആണും പെണ്ണും യോജിക്കുന്നതിന് തൊട്ടു മുമ്പ് അതിനെ കട്ട് ചെയ്ത് വേറൊരാണിനെ കൊണ്ടുപോയി ഇതിനകത്ത് കൊണ്ടിട്ടാലാണ് പുതിയൊരു ധാന്യം ഉണ്ടാക്കുന്നത്. അതിനാണ് ജനറ്റിക്കൽ മോഡിഫിക്കേഷൻ. അപ്പൊ ഇത് ചെയ്യുന്ന റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ 7 കൊല്ലൊക്കെ റിസർച്ച് ചെയ്താലാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. അത് 1000 ഏക്കറിൽ ജലന്ധറിലും ഹൈദരാബാദിലും ഒക്കെ പ്ലാൻ ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് നല്ലതാണോ നോക്കിയിട്ട് വേണം പിന്നെ അത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചെയ്തത്. അപ്പൊ ഇത്തരം വലിയൊരു കമ്പനി നടക്കുന്ന ഒരാളെ എന്റെ അടുത്ത് കിട്ടിയാൽ നമ്മൾ കളയാൻ പാടില്ല. അത് വലിയ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ അയാളോട്. ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദാറ്റ് വാട്ട് യു ഡൂയിങ്. അപ്പൊ ഇവളെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചു, സ്പേസ് സയന്റിസ്റ്റ്. ഓ ഗ്രേറ്റ്, ഫസ്റ്റ് ടൈം ഐ എം ഗെറ്റിംഗ് എ space scientist talking to me like this. Generally they are not interested, we don't even talk. I always keep talking to somebody, but there is no. എത്ര നല്ല മാഷ്. ഞാൻ വിചാരിച്ചു ഇയാൾ മാഷായിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് പഠിപ്പിക്കും, എത്ര രസകരമായിട്ട് പഠിപ്പിക്കുന്ന അറിയാം. കാരണം അയാൾക്ക് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള അറിവുണ്ട്, മാർക്കറ്റ് ചെയ്തിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഉണ്ടാക്കുക? പല രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് എക്സ്പോർട്ടിനൊക്കെ ഒരു പോളിസി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് പോളിസി തീരുമാനിക്കണം, അമേരിക്കയിലേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാതെ ഇവർ തീരുമാനിക്കണം. അതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് 8 MP-മാർ, ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ സ്റ്റേറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ സ്പോൺസർ ചെയ്ത് ആ 8 MP-മാരെയും കൊണ്ട് ഞാനാണ് അമേരിക്ക കൊണ്ടുപോകുന്നത്. അപ്പൊ ആ MP-മാരെ കൊണ്ടുപോകുന്നതിന്റെ ടീം ലീഡറായാണ്. അങ്ങനെ 8 MP-മാരെ കൊണ്ടുപോയി ആ പടലം കാണിച്ച് ഞങ്ങൾ ഇന്നടത്ത് പോയി, ഇന്ന സ്ഥലത്ത് പോയി അവർ ആ ലാബ് കാണിച്ചു കൊടുത്തു, അതൊക്കെ കാണിച്ചു കൊടുത്തു. ഇവരൊക്കെ കൺവിൻസ്ഡ് ആയി. ഇവര് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോളിസി മാറും. അങ്ങനെ പോളിസി മാറിയാൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് അരി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, അവിടെ നിന്നുള്ള വിത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒറ്റ ടെക്സ്റ്റ് ബുക്കിലും കിട്ടും. അങ്ങനെ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചോദിക്കുമ്പോൾ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലാണ്ട് ഇതുവരെ ആരും ചോദിക്കാത്തതാണെന്ന്. അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ചോദിക്കാൻ പറ്റിയാൽ കൂടുതൽ അയാൾക്ക് ഉണ്ടാവും, അയാൾ ഇംപ്രസ്ഡ് ആവും, അയാൾ നമ്മുടെ നമ്പർ മേടിക്കും,
അത് കഴിഞ്ഞ് നമ്മൾ കോൺടാക്ട് ചെയ്യും, അത് കഴിഞ്ഞ് മെസ്സേജ് ചെയ്യും. റൈറ്റ്. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ഉണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ്. ഫോർമൽ മാത്രമല്ല, കണ്ടിന്യൂഷൻ കിട്ടും. ഒന്ന് ചോദിച്ചാൽ ഒന്ന് നിർത്തുമ്പോ എന്നാ ശരി അടുത്ത ചോദ്യം എഴുതി വെക്കുന്ന ഒരാൾ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇന്റർവ്യൂവിനാവും 30 ചോദ്യം കൊണ്ടത്. ഞാൻ എന്റെ ദൂരദർശനിലെ ഇന്റർവ്യൂ അവൻ 30-35 ചോദ്യം കൊണ്ടു. അവൻ ഇങ്ങനെ തൊഴിലാണ്. അല്ല, ഏത് ചോദിക്കണം ഏത് ചോദിക്കണം, ഞാൻ വന്ന് എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, ഒന്ന് കണക്ട് ചെയ്തിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അടുത്ത ചോദ്യം അങ്ങനെ മാറ്റാം. അത് നമുക്ക് കുഴപ്പമില്ല, കാരണം ഇടയിൽ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അഡ്വർടൈസ്മെന്റ് ഇന്റർവ്യൂ വരും. അതാണ് ഭാഗ്യം. ഇനി ഇതേ ഇവൻ തന്നെയാണ് എന്നെ 8 കൊല്ലം മുമ്പ് ചെയ്തത്. അപ്പൊ അവൻ എന്റെ ആ റെക്കോർഡിങ്ങിൽ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ കാക്കാം. കാരണം ഇവന് ടെൻഷനാണ് ഈ ഓൺലൈൻ പോകുമ്പോൾ, ലൈവ് പോകുന്ന സമയത്ത് അവനിങ്ങനെ ടെൻഷൻ അടിക്കും. അദ്ദേഹം കോൺഷ്യസ് ആണ്. അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോഴല്ല, ഞാൻ പറഞ്ഞു നീ 12 കൊല്ലായില്ലേ മോനെ കിരണെ വർക്ക് ചെയ്യുന്നത്, എനിക്കറിയാം. അതെങ്ങനെ എന്നെ അറിയാം? ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിങ്ങൾ എഴുതി, ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ ചെയ്ത ഒരാളെ പോലും മറക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മനസ്സറിഞ്ഞ് ചെയ്യാത്തോണ്ടല്ലേ. ഞാൻ പറഞ്ഞു കിരണെ നിന്നെ അറിയുന്നത് മാത്രല്ല, നീ അടുത്ത സ്കൂളില് സംസ്കൃതം മാഷാന്ന് എനിക്കറിയാം. അവൻ എന്ത് പണിയാ ചെയ്യുന്നത്, പാർട്ട് ടൈം ആണ് ചെയ്യുന്നത്, എല്ലാം എനിക്കറിയാം. കാരണം നമ്മള് കാഷ്വലാണ്. അത് കാഷ്വൽ ആവാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുന്നത്. വളരെ നമ്മൾ എത്രത്തോളം കാഷ്വൽ ആവുന്നോ അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ്. ശരിക്കും. അല്ലാണ്ട് സ്ട്രെസ്ഡ് ആയാല് ഇപ്പൊ എന്തൊക്കെയാണ് ഞാൻ നാളെ ക്ലാസ് എടുക്കേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാല് ഒന്നും എടുക്കാൻ കഴിയില്ല. ഇതെല്ലാം മോശം. കാരണം അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇന്നലെ ഉള്ള പോലെ അല്ലല്ലോ ഇന്ന്. ഒന്നല്ല, ഒന്നും ആവരുത്. അങ്ങനെ ഇന്നലെ ഉള്ള പോലെ എൻറ്റയർലി ഡിഫറെന്റ് ഇന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോഴല്ലേ നമുക്ക് പുതുമയുള്ളൂ. ഇത് സ്വാഭാവികമായിട്ട് എങ്കിലേ സ്വഭാവം വരുന്നു. സ്വഭാവം ആണ് സ്വഭാവം. നീ ഒരു 10 ചോദ്യം ചോദിക്കും. 101 ചോദ്യങ്ങൾ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമ കണ്ടില്ല? ചെറിയ കുഞ്ഞിക്കൂട് മാഷ് കൊടുക്കുന്ന അസൈൻമെന്റ് 101 ചോദ്യം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. എന്നാ ഞാൻ സമ്മാനം തരും. അത്താണ്. ഇങ്ങനെ സംസാരിച്ചോ. സ്റ്റാർട്ട്. കൂളല്ലേ, ആകെ ചൂടായിട്ട് സാധാരണ അപ്പം കഴിക്കുമ്പോ ചൂടും, ചോദ്യം ചോദിക്കുമ്പോ കൂടും. അതെന്ത് പരിപാടിയാണ്? ചൂടായിട്ട് കുഞ്ഞു ചോദ്യം. കുള്ളനായി പറയും. കുള്ളനായി പറയും. കുള്ളനായി, കൂർക്കനായി, അല്ല കിർക്കനായി, കിർക്കനായി, കുള്ളനായി, കുള്ളനായി, കിർക്കനായി ജനിച്ചോരുണ്ണി ഞാൻ. ഉണ്ണി എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞ്. ഉണ്ണിയല്ലേ എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞല്ലേ, കുഞ്ഞുണ്ണി. അതാണ് കുഞ്ഞുണ്ണി മാഷ്. ആരാ കുഞ്ഞുണ്ണി മാഷ്? കുള്ളനായി, കുറുക്കനല്ല കിർക്കനായി. കുറുക്കൻ എന്ന് പറഞ്ഞാല് കണ്ണിങ് എന്നർത്ഥം. ആള് കുറുക്കനെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാരും പറ്റിക്കുന്ന ആളാണ്. അങ്ങനെ അയാളെ പാവം മനസ്സിലായി. കുള്ളനായി, കിർക്കനായി ജനിച്ചോരുണ്ണി ഞാൻ. ജനിച്ച ഒരു ഉണ്ണി ഞാൻ, കുഞ്ഞുണ്ണി. എന്നെ കണ്ടോരോ ഭാഗ്യവാന്മാർ, കാണാത്തോർ മഹാഭാഗ്യവാന്മാർ. ഭാഗ്യവാനാവണോ മഹാഭാഗ്യവാനാവണോ? അപ്പൊ കാണാണ്ടിരിക്കല്ലേ പേര്. കുള്ളനായി, കിർക്കനായി ജനിച്ചോരുണ്ണി ഞാൻ, കുഞ്ഞുണ്ണി. എന്നെ കണ്ടോരോ ഭാഗ്യവാന്മാർ, കാണാത്തോർ മഹാഭാഗ്യവാന്മാർ. കുഞ്ഞുണ്ണി മാഷിന്റെ കവിത കണ്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ ടിവിയിലൊന്നും കണ്ടില്ല, അതിൽ കാണണം. അത് കണ്ടിട്ട് കേൾക്കണം കേട്ടോ. അക്ഷരമേ, അക്ഷരം എന്നുള്ള അർത്ഥം അക്ഷരം തന്നെ അല്ലേ? അക്ഷരം, ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന അർത്ഥം. അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്.
അക്ഷരമേ അക്ഷരമേ എനിക്ക് എനിക്ക് നിന്നെ നിന്നെ ഇക്ഷ പിടിച്ചു. രക്ഷപിടിച്ചു. അത് ഈ ഇക്ഷ പിടിച്ചു എന്ന് പറഞ്ഞാൽ നല്ലോണം ഇഷ്ടായിരുന്നു. അക്ഷരമേ അക്ഷരമേ എനിക്ക് എനിക്ക് നിന്നെ നിന്നെ ഇക്ഷ പിടിച്ചു. രക്ഷപിടിച്ചു. എന്താ കാരണം? അക്ഷരം എന്നുള്ള എന്റെ ക്ഷ പിടിച്ചാല് ബാക്കി എന്താ ഉണ്ടാവുക? അക്ഷരം എന്നുള്ള ക്ഷ എടുത്തു കളഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക? ആദ്യം അരം. നിന്നിൽ നിന്നിൽ അരമുള്ളത് കൊണ്ടാകാം. നിന്നിൽ അരമുള്ളത് കൊണ്ടാ. അരമുണ്ട് എന്നുണ്ടെന്ന് അർത്ഥം. പിടിക്കും ഇങ്ങനെ പിടിക്കുന്നതിന് അരമുണ്ടെന്ന് പറയും. അക്ഷരമേ അക്ഷരമേ എനിക്ക് നിന്നെ എനിക്ക് നിന്നെ ഇക്ഷ പിടിച്ചു. രക്ഷപിടിച്ചു. നിന്നിൽ നിന്നിൽ അരമുള്ളത് കൊണ്ടാകാം. നിന്നിൽ അരമുള്ളത് കൊണ്ടാ. എന്ത് രസാ നോക്കാൻ. എ ബി സി ഡി ആണോ അല്ലയോ? എ ബി സി ഡി. എ ബി സി ഡിയിലുണ്ട് ഒരു തത്വം. ABCDയിലുണ്ടൊരു തത്വം. എ ബി സി ഡി പറയ്. ABCD. എ ബി സി ഡിയിലുണ്ട് ഒരു തത്വം. ABCDയിലുണ്ടൊരു തത്വം. കാലത്തിൻ തത്വം. കാലത്തിൻ തത്വം. ഏടിക്കുള്ളിൽ ഏടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. കുടുങ്ങിക്കിടക്കുന്നു. ബി സി എന്നാണ് തത്വം. BC എന്നാണ് തത്വം. എ ഡി എന്ന് പറഞ്ഞാൽ ഈ കാലം, ബി സി എന്ന് പറഞ്ഞാൽ പണ്ട് കാലം. അപ്പൊ എ ഡിയുടെ ഉള്ളില് എന്തുണ്ട്? ബി സി ഉണ്ട് എന്നാണ് ആ തത്വം. എങ്ങനെ കുഞ്ഞുണ്ണി ഭാഷ പറയാം? എ ബി സി ഡിയില് പറയേ ABCDയില് ഉണ്ട് ഉണ്ട് ഒരു തത്വം. ഒരു തത്വം. അത് കാലത്തിന്റെ അത് കാലത്തിന്റെ തത്വം. തത്വം. ഏടിക്കുള്ളില് ഏടിക്കുള്ളില് കുടുങ്ങിക്കിടക്കുന്നു. കുടുങ്ങിക്കിടക്കുന്നു. ബി സി എന്നാണ് BC എന്നാണ് ആ തത്വം. ആ തത്വം. എ ബി സി ഡിയിലുണ്ട് ഒരു തത്വം. ABCDയിലുണ്ടൊരു തത്വം. കാലത്തിൻ തത്വം. കാലത്തിൻ തത്വം. ഏടിക്കുള്ളിൽ ഏടിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. കുടുങ്ങിക്കിടക്കുന്നു. ബി സി എന്നാണ് ആ തത്വം. BC എന്നാണ് തത്വം. ഭേഷായി പഠിച്ചില്ലേ? ഇങ്ങനെയാണ് പഠിക്കുന്നത്. വടകര വടകര വളവിലൊരു വളവിലൊരു 60 തെങ്ങുണ്ട്. 60 തെങ്ങുണ്ട്. 60 തെങ്ങിലും 60 തെങ്ങിലും 60 പൊത്തുണ്ട്. 60 പൊത്തുണ്ട്. 60 പൊത്തിലും 60 പൊത്തിലും 60 നത്തുണ്ട്. 60 നത്തുണ്ട്. എന്നാൽ എന്നാൽ നത്തിന് നത്തിന് കണ്ണെത്ര? കണ്ണെത്ര? ഇത്ര പറഞ്ഞു. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്. 60 തെങ്ങിലും 60 പൊത്തുണ്ട്. 60 പൊത്തിലും 60 തത്തുണ്ട്. എന്നാൽ നത്തിന് കണ്ണെത്ര? സാധാരണ കണ്ണെത്ര ഉണ്ടാവും നത്തിന്? 60 പൊത്തിലുണ്ടെങ്കിലും കണ്ണിന് നത്ത് കത്ത് കാണും. രണ്ടല്ലേ ഉണ്ടാവുള്ളൂ. നീ ഇത് കുടിക്കാൻ നോക്കല്ലേ? ആ 60 10 × 60 അല്ലേ? എന്നാൽ നത്തിന് കണ്ണെത്ര? രണ്ട് കണ്ണ്. ശരിയായില്ലേ? സന്തോഷായില്ലേ? ആ. മുട്ടായി മുട്ടായി നിന്നെ എനിക്കിഷ്ടായി. നിന്നെ എനിക്കിഷ്ടായി. ഇത്രേ ഉള്ളൂ. മുട്ടായി ഇഷ്ടായി. കിട്ടിയാൽ ഇഷ്ടായി, കിട്ടിയാൽ ഇഷ്ടായി. കിട്ടിയില്ലെങ്കിൽ കഷ്ടായി. കിട്ടിയില്ലെങ്കിൽ കഷ്ടായി. എനിക്കറിയില്ല കുഞ്ഞുണ്ണി എഴുതിയിരുന്നോ? ഇപ്പൊ ഞാൻ എഴുതി. ഇതെന്ത് പറഞ്ഞാലും കുഞ്ഞുണ്ണി എന്ന് പറയാം. അതെ. എപ്പോഴോ എഴുതിയിട്ടുണ്ടോ നമ്മളങ്ങനെ അറിയാം. ഞാനറിയില്ല. ആ എന്നൊരു ആന, ആ എന്നൊരു ആന, ഈ എന്നൊരു ഈച്ച, ഈ എന്നൊരു ഈച്ച, ആന മുകളിലേ പോയി, ആന മുകളിലേ പോയി, ഈച്ച അടിയിലേ പോയി. ഈച്ച അടിയിലേ. ഏതിനേല് പോലെ എളുപ്പം? മുകളിലെ പോലാണ് താപ്പാണ്? തിരിച്ചാ നീയിരിക്കും. ആന ഈച്ചയുടെ അടിയിൽ പോകാൻ പറ്റുമോ? ഇല്ല. ഈച്ച കാരണം മാറി പറഞ്ഞ എങ്ങനെ ഇരിക്കും?
ആന അടിയിലേ പോയി ഈച്ച മോളിലേ പോയി എന്ന് പറയാൻ പറ്റുമോ? എന്താ കാരണം? ഈച്ച ആനയുടെ അടിയിലേക്ക് കൂടി പോയിട്ടുണ്ടാ. ആന അടിയിലേ പോയി ഈച്ച മോളിലേ പോയി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. എങ്ങനെ? ആനയുടെ അടിയിലേ ഈച്ച പോയി എന്ന് പറയും. ഈച്ചയുടെ അടിയിലേ ആന പോയി എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇല്ല. പറ്റും. ഈച്ച പറന്നു പോകും. മേലോട്ട് പറന്നു പോവില്ലേ? അപ്പൊ ആന അടിയിലെ ഈച്ച മോളെ അല്ലേ? നീ വിചാരിച്ചത് അത് ഈച്ചന്റെ കണ്ടോ? എന്റെ മോളെ മനസ്സിലായ? ആ എന്നൊരു ആന, ആ എന്നൊരു ആന, ഈ എന്നൊരു ഈച്ച. ഈ എന്നൊരു ഈച്ച, ആന മുകളിലും പോവാം, ആനമുകളിലും പോവാം, ആനക്കടിയിലും. ഈച്ചക്കടിയിലും പോവാം, ഈച്ചക്കടിയിലും പോവാം. ഈച്ചക്ക് മുകളിലും. പണ്ട് കുഞ്ഞുണ്ണി മാഷ് അങ്ങനെയല്ലായിരുന്നു. ഇപ്പൊ ഞാൻ മാറ്റിയത്. കുഞ്ഞുണ്ണി മാഷ് ആന അടിയിലേ പോയി ഈച്ച മുകളിലേ പോയി പറഞ്ഞു. അങ്ങനെ എന്തോ മാറ്റി പറഞ്ഞു. ഇല്ല, അത് ഓഫാ. റെക്കോർഡാവുന്നില്ല അത്. ഇതും അതുമാണ്. ഇതും അതും ഓഫാവും. ഇവയും ചൂടാവും. ചെറുതല്ല, എപ്പോഴും ചൂടാവും. വലുത് കുറച്ച് നിൽക്കും. ഇത് ഗോപ്രോ അതും ഗോപ്രോ. ഗോപ്രോ സാധാരണ കാണുന്നത് തെറ്റൊന്നുമല്ലേ? അത് കുഴപ്പമില്ല. അതും ഗോപ്രോ, ഇതും ഗോപ്രോ. അത് 10 ആണ്. അത് കുറച്ചും കൂടി വലുതാണ്, ചെറുതാണ്. അതിന്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇല്ല. ഇതിന്റെ ഇൻസ്റ്റന്റ് ഇതുപോലത്തെ ഇല്ലേ? ടൈപ്പില്ലേ? ഇവള് ഒന്ന് ഇതായി സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയല്ലേ കുട്ടികളല്ലേ? അതെ. കാണുന്ന ആളോട് ചോദിക്കണം, എന്തെങ്കിലും ചോദിക്കും. നിങ്ങൾ എവിടെയാ പോന്നു? എവിടെയാ പോന്നു എന്നോക്കാം. എവിടെയോ പോകുന്നു. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കാം, എന്തിനാ പോകുന്നു? ആരോട് ചോദിക്കാല്ല. ആരോട് ചോദിക്കാല. നിങ്ങൾ എവിടെയാ പോണു ചോദിക്കാം. കാണുന്ന ആളെ ഇപ്പൊ വീട്ടിലിരിക്കുക, ഞാൻ ചോദിക്കും എവിടെയാ പോകുന്നത്? വീട്ടിൽ പോകും. എന്തിനാ വേറെ എടുക്കും കൂടെ ചോദിക്കാൻ പറ്റുക? വീട്ടിൽ പോകുമ്പോ മാത്രം ചോദിക്കാൻ പാടില്ല. എന്നാ ശരി, വേറെ എവിടെയെങ്കിലും പോകുമ്പോ ചോദിക്കും. തളിപ്പറമ്പില വന്നു, അതെന്തിനാ പോകുന്നത് ചോദിച്ചാൽ അപ്പൊ പറയും സാധനം മേടിക്കാൻ പോകുന്നത്. ഒരു രോഗി എന്താ അസുഖം എന്ന് ചോദിക്കാം. അപ്പൊ അവരെന്തെങ്കിലും പറയല്ല, ഹീമോഗ്ലോബിൻ കുറവാന്ന്. അതെന്നാ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ചോദിക്കുക. പഠിച്ചില്ലേ? 4 ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണ് പഠിക്കുന്നത്. മനസ്സിലായോ? കാണുന്ന ആളോടൊന്നും ചോദിക്കണം, എവിടെയാ പോകുന്നത്, എന്തിനാ പോകുന്നത്? ഞാൻ ചോദിച്ചോളൂ. ഓരോ ചെറു ഞാൻ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോ ചോദിച്ചോളൂ, നിങ്ങൾ എവിടെയാ പോകും? आप कहाँ जा रहा है? क्या क्यों क्यों जा रहा है? क्या करने का है उधर? हैं? कितना कमाते आप? എത്ര പൈസ ഉണ്ടാവും? क्या करेंगे पूरा पैसे से? क्या कर रहा है? ഈ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യും? ഈ ഡിസൈൻ എന്ത് ഡിസൈൻ എന്നാ പറയാ എന്ന് ചോദിച്ചാൽ അത് പഠിച്ചില്ലേ? മനസ്സിലായോ? ചിക്കൻ വർക്ക് എന്നാ പറയാ. ലക്നോ ചിക്കൻ. ലക്നോ ചിക്കൻ. ചിക്കൻ എന്ന് പറഞ്ഞാൽ തിന്നുന്ന സാധനമല്ല. ലക്നോ ചിക്കൻ വർക്ക് എന്നാ. ലക്നോ ഇതോ ഇത് ജപ്പാൻ. മേരി ജപ്പാനി ഹെ കേട്ടിട്ടുണ്ടാ? മേരി ജപ്പാനി ഹെ ജൂത്ത, മേരി ജൂത്ത ഹെ ജപ്പാനി, മേ ഹെ ഹിന്ദുസ്ഥാനി എന്നൊരു പാട്ടുണ്ട്. ബാക്കി നീ പഠിച്ചോളൂ. ജപ്പാനിലാണ് ഏറ്റവും നല്ല ഷൂ കിട്ടും. മേരി ജൂത്ത, ജൂത്ത എന്ന് പറഞ്ഞാൽ ചെരുക്കുന്ന. മേരി ജൂത്ത ഹെ ജപ്പാനി പറയും. മേ ഹെ ഹിന്ദുസ്ഥാനി. ഇപ്പൊ ഞാൻ ലക്നോ പോയിട്ട് എന്റെ റീലുണ്ട്, അതിനകത്ത് ലക്നോന്റെ പാട്ടാണ്. ചലോ ലക്ന ലക്നോ ലക്ന. ബോംബെ പോകുമ്പോൾ ബോംബെന്റെ പാട്ട്, ബാംഗ്ലൂരിൽ പോകുമ്പോൾ ബാംഗ്ലൂരിന്റെ പാട്ട്, അങ്ങനെ എടുക്കും. അപ്പൊ ആ പാട്ടെല്ലാം നോക്കി പഠിച്ച് അതെല്ലാം നമ്മൾ അതിനകത്ത് ഇടും. അപ്പോഴേ റീലൊക്കെ ഉണ്ടാക്കും. എന്റെ റീല് കാണല്ലോ ലക്നോ ഡോക്ടർ DPS അടിച്ചു കഴിഞ്ഞാൽ കാണാം. അല്ല ലക്നോ എവിടെയുള്ള എല്ലാത്തിലും ഏതാ വരുന്ന വെച്ചത് അല്ല ഇത് കാണാനില്ല.
ലക്നോ ചലോ അബ് റാണി. ബോംബെയിലെ വെള്ളം മോശമാണ്, ലക്നോ പോയി നല്ല വെള്ളം കിട്ടും. ബിഗഡാപ്പാനി. ബോംബെയിൽ താമസിച്ചിട്ട് മോശം വെള്ളം കുടിക്കണ്ട, ലക്നോയിൽ വന്നാൽ നല്ല വെള്ളം കുടിക്കാം. അതാണ് പാട്ടിന്റെ അർത്ഥം. ബോംബെ കാ ബിഗഡാ പാനി ലക്നോ ചലോ ഏ റാണി ലക്നോ ചലോ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഉണ്ടാവും, ഞാൻ പോകുന്ന എല്ലായിടത്തും ഉണ്ടാവും. ഓക്കെ, ഇത് ഭൂൽ ഭുലയ്യ എന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് ഇന്ത്യ ഫുൾ കാണാം എന്നെ നോക്കിയാൽ. ഇതൊരു കോട്ടയുണ്ട്, ആ കോട്ടയം നമ്മൾ പോയാൽ കോട്ടയിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴി അറിയില്ല, അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അതിനെ ഭൂൽ ഭുലയ്യ എന്ന് പറയാം. എന്താ പറയാ? ഭൂൽ ഭുലയ്യ. നമ്മൾ പണ്ട് ഈ മാഗസീനിലെല്ലാം കാണൂലേ, ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുറത്തു വരാൻ പറ്റാണ്ട് കുടുങ്ങിക്കിടക്കും. ഇങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ പുറത്തു വരാനുള്ള വഴിയില്ലാണ്ട് കുടുങ്ങിപ്പോകും. എന്നിട്ട് വേറെ വഴി നോക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കോട്ടേനെയാണ് ഭൂൽ ഭുലയ്യ എന്ന് പറയുന്നത്. അതാണ് ഭൂൽ ഭുലയ്യ. ഇന്ത്യയിൽ ഭൂൽ ഭുലയ്യ എന്ന് പറഞ്ഞാൽ പെട്ടുപോയി എന്നാണ്. ഓക്കെ, സഹോദര പറയൂ. ഇല്ല, എവിടെയുണ്ട്? അതായത് ബാംഗ്ലൂർ. സ്റ്റിക്ക് വെച്ചെടുക്കാം. എന്ത് വെച്ചു? ഇങ്ങോട്ട് വരുന്നുണ്ടാ? 360 കിട്ടുള്ളൂ. ബുദ്ധിമുട്ടാണ്, പ്രോസസ് ചെയ്യാൻ പറ്റും, സമയമാണ്. വീട്ടില്ല രണ്ട് ഭാഗത്ത് ക്യാമറ ഏത് വേണമെങ്കിലും കിട്ടും. 360 വേണം, 360 എടുത്താൽ കഴിഞ്ഞാൽ അത് പ്രോസസ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ചെയ്താൽ ഇവിടെ എപ്പോ കാണണം നമ്മൾ വരച്ചിട്ടുണ്ടാക്കണം. അതെ, ഷിനുവൊക്കെ ഉണ്ടല്ലോ. കുറച്ച് ഇപ്പൊ കാണട്ടെ, പിന്നെ അപ്പുറത്ത് കാണട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ ചെയ്യാം അല്ലേ? ഇപ്പൊ ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് പിടിച്ച എണ്ണേ കാണുള്ളൂ, സ്റ്റിക്ക് കാണുന്നു. ആ സ്റ്റിക്കിന്റെ ഷാഡോ മാത്രമേ കാണുള്ളൂ. നല്ല വെയിലുള്ള സമയത്ത് ഷാഡോ കാണുന്നു, ഷാഡോ മാത്രമേ കാണുള്ളൂ, സ്റ്റിക്ക് കാണും. ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ക്യാമറയും കാണൂല, സ്റ്റിക്കും കാണൂല. എന്റെ കൈ മുകളിൽ കാണാം, അതിന്റെ ഷാഡോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കാണും, അല്ലാണ്ട് സ്റ്റിക്ക് കാണും. ഹിന്ദി സീക്കലോ. ഈ ഒരു വെക്കേഷനിൽ തീരുമാനിക്കുക, ഞാൻ ഫുൾ ഹിന്ദി പഠിക്കും. എന്ത് ചെയ്യണം? കുറേ ഹിന്ദി സിനിമ കാണുക, കുറേ സീരിയൽ കാണുക, കുറേ ഡോക്യുമെന്ററി കാണുക. ഈ കാർട്ടൂണില്ലേ, അത് ഹിന്ദിയിൽ കാണും. അങ്ങനെ കാർട്ടൂൺ ഹിന്ദിയിൽ ഫുൾ കണ്ടാൽ നീ ഒരു 2 മാസം കൊണ്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഹിന്ദി ടീച്ചറെക്കാളും ബെസ്റ്റ് ഹിന്ദി വരും. കാണോ എല്ലാ ദിവസവും? ഉപ്പയോട് പറയാം, ഉപ്പയല്ല എന്റെ ഉപ്പന്നല്ലേ അച്ഛൻ. ഉപ്പയോട് പറയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള സമയത്ത് 4 മണിക്കൂർ കാർട്ടൂൺ ഹിന്ദിയിൽ, ഹിന്ദി മാത്രം കാണാം, ഹിന്ദി തന്നെ കാണാം. എന്നിട്ട് അതിങ്ങനെ പറയണം. तो बाद में क्या होगा, आप किसी से भी हिंदी में बात करने के लिए कोई कोशिश करने का जरूरत मिलता है तो आसानी में हिंदी बोले तो आपको हिंदी की टीचर से ये कहाँ से आ रहा है हिंदी वाली, वो नेपाली को भी बात कर सकते, बंगला दिख तो उसको भी बात कर सकते, किसी से भी बात करने के लिए कोई प्रॉब्लम नहीं होगा. पता है? जानता नहीं है. सीख लो, अभी सीख लो, ഇപ്പൊ പഠിച്ചോളാം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാൻ ഹിന്ദിയിലേ പറയുള്ളൂ ഫുൾ. നീ എന്നോട് കുറെ ചോദ്യം. റെഡി? ഡീൽ. കരിമ്പാടന്മാരെ അതിവിടെ കരുവഞ്ചാല് വല്ലാട എന്റെ സ്വദേശം. അവിടെ കൂളാമ്പിനൊട്ടൊരു എന്താ അത് മുത്തപ്പൻ വെള്ള നിറത്തില്ല മുത്തപ്പൻ. അവർക്ക് ഒരു കളത്തിൽ തറ മുത്തപ്പനാണത്, വെള്ള നിറത്തിലാണ്. മുത്തപ്പന്റെ പഴയ ചെറിയ രൂപം എന്നാണ് അവർ പറയുന്നത്. ഒരു പാമ്പിനെ കൊല്ലുക മുത്തപ്പൻ. വെള്ളവങ്കടവും മുത്തപ്പന്റെ പാമ്പിനെ ഉണ്ടാക്കില്ല, തല്ലിക്കൊല്ലുന്നു. നായനെ കൊല്ലും. നായനെ ഈ കാട്ടാളൻ അമ്പത് പഠിക്കുക, അമ്പ് എവിടേക്ക് പോയി അങ്ങനെ നായക്ക് കൊള്ളും. നായ ചത്തു. മുത്തപ്പൻ പറയുന്നത് ഞാൻ ചെയ്ത
അങ്ങനെ സംസാരിക്കില്ല, ഭാഷ അറിയില്ല, ആംഗ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കഥ അഭിനയം അഭിനയിക്കുമ്പോൾ ബാക്കി കാണുന്ന ആൾക്കാരാണ് ഇന്റർപ്രറ്റ് ഇന്റർപ്രറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ മുത്തപ്പന് ഭാഷ അറിയില്ല. അതായത് തുടക്കകാലത്ത് ശരിക്കുള്ള ആദിമകാലത്തുള്ള സങ്കല്പത്തിലായിരുന്നു. പിന്നെ അവിടെ വേറെ ഇതുപോലെ ഇതിലുണ്ടായിരുന്നു, തിരുവപ്പൻ അല്ലേ? ഒരു പാടിമല ദൈവത്താണ്. അതെ, ശിവന്റെ രൂപം. ശിവന്റെ രൂപം ഒരു പട്ടത്തിലാണ് സംഭവമാണ്. താടി കണ്ടാറിയല്ല ശിവന്റെ രൂപം. പക്ഷെ അത് ഒരു പാടിമല ദൈവത്താണ്. മാപ്പിള രാമായണത്തില് താടിയുള്ളൂ ഒരു കൊണ്ടാണ് പറയുന്നത്. താടി കണ്ടാ ശിവനാന്നോ? കന്നഡ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഇതെവിടെയാ? കാസർഗോഡ് വരാം. ഓ, ഇവിടെ ആചാരങ്ങളും ഭയങ്കര വ്യത്യാസം. ഇത് കാസർഗോഡാ? അറിയോ? പണ്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അതിവിടെയുണ്ട്. അമ്മയുടെ അച്ഛനൊക്കെ വല്ലാട് ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് പറയലുണ്ട്. ഈ ഇവിടെ കരിമാരന്മാരോട് അവിടെ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. അവിടെ കാസർഗോഡ് ഉണ്ടാകുന്നതന്നെ എവിടെയുള്ളൂ. ഈ മലയോര മേഖലകൾ തമ്മിൽ അങ്ങോട്ട് കണക്റ്റഡാണ്. അപ്പോൾ അത് പിന്നെ കാസർഗോഡ് നേരത്തെ തുളുനാടും മലനാടും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ, ചേർന്നല്ലോ ആചാരങ്ങൾ. നമ്മുടെ അങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് തെയ്യത്തിലൊരു കൃത്യമായ നിയമങ്ങളൊക്കെ ഉള്ളത്. അത് അച്ചിലുണ്ടാക്കി വെച്ചു. നമ്മുടെ നാട്ടിലെ വിദേശികളൊക്കെ വരുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ പക്ഷെ ഇപ്പം ഭയങ്കര ചൂടായ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. തണുപ്പ് കാലത്താണ്. ഇവിടെ ഒരു 20 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ അവർക്ക് ബെയറബിളാണ്. അവിടെ 18 ഡിഗ്രി 20 ഡിഗ്രി വന്നാൽ അവരുടെ അർത്ഥം ഓ ബ്യൂട്ടിഫുൾ നൈസ് ടെമ്പറേച്ചർ. അതെ, ഇവരിപ്പോ 20 40 എത്തുമ്പോൾ 40 ഭയങ്കര ഹ്യൂമിഡിറ്റി. അല്ല, ഇന്നിപ്പോ 45 ഉണ്ടാവും, 35 ഉള്ളൂ. പക്ഷെ ഫീൽസ് ലൈക്ക് 45 ആണ്. ഹ്യൂമിഡിറ്റി കൂടുമ്പോ ടെമ്പറേച്ചർ കൂടും. ഇത് പേരെന്നാ? ജ്യോതികയാ? ദൂതിക. സിഗരറ്റ് എന്നാ പേര്? ധൂപം എന്ന് പറഞ്ഞാൽ പുകന്നല്ലേ? പുക ഉണ്ടാക്കുന്ന ആള് ധൂപിക. സിഗരറ്റ് ഇംഗ്ലീഷിൽ നിന്റെ പേര് സിഗരറ്റ് എന്നാ? സിഗരറ്റാ അല്ല ബീഡിയാ? അത് നീ തീരുമാനിച്ചോ? എന്നാലും നിന്നെ വെറും ബീഡിയാക്കിയല്ല. ഇപ്പൊ അവർക്ക് ബോധം വിജിലേ നീ പറഞ്ഞു ടീച്ചർ? അല്ല, സത്യം പറ. പഠിച്ചോനാണ് സത്യം. പഠിച്ചോനാണ് സത്യം പറ. കള്ളന്മാരെ പിടിക്കാതെ പോകാൻ അറിയില്ല. കാരണം 5 ദിവസമായിട്ട് ബോധമില്ലാത്ത ആൾക്കാർ ഇപ്പം ബോധം വന്നല്ലേ? പെട്ടെന്ന് ഹൗസ് വാമിങ് പെട്ടെന്നുണ്ടായതാണ്. നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഈ മൂക്കില്ലേ നാവോട് തൊടാൻ പറ്റും? നോക്ക്, ഞാൻ കാണിച്ചത്. നോക്ക്, പറ്റും? നോക്ക് നോക്കതാ. ഇതുണ്ട്. മൂക്ക് താഴത്തോട്ടാണ് നമ്മളൊക്കെ ഇവളുടെ മുകളിൽ. ശരിയില്ല, മൂക്കൊന്ന് മാറ്റം.
ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. നിന്റെ ഷേപ്പ് ആകെ മാറ്റിയാലോ? കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുമോ അങ്ങോട്ട്? നിന്റെ ഷേപ്പ് നിന്റെ ഷേപ്പ് മാറ്റാം. നിന്റെ അച്ഛനെ നോക്കിക്കോ. നിന്റെ ചെവിയിൽ ഇങ്ങനെയൊക്കെ ഷേപ്പ് മാറി കേട്ടോ. ഷേപ്പ് മാറി കണ്ണാടി പറ്റി ഇങ്ങനെയൊക്കെ ഷേപ്പ് മാറി കണ്ടോ? അറിയില്ലോ? ആ അപ്പൊ എന്ത് ചോദിച്ചാല് നീ മുടി ഹെയർ സ്റ്റൈല് ഇപ്പൊ ഉള്ളതിന് പകരം നീ ഇത് അടച്ചു വെച്ചു ഷേപ്പ് മാറി ഇപ്പൊ ആകെ മാറി നോക്കിയാ അല്ലേ? കണ്ടാ? മനസ്സിലാവണ്ട? ചെറുപ്പത്തില് അപ്പൊ ഈ ഇതുണ്ടല്ല അല്ല നീ ഈ മുടി ഇങ്ങനെ കെട്ടിയാൽ നിന്നെ ഭംഗി വേറെ എന്തുവാ നല്ല എക്സ്പെരിമെന്റ് ചെയ്യാം. നമ്മളെല്ലാം എന്തെല്ലാം എക്സ്പെരിമെന്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ശരിയാവുമോ, ഇങ്ങനെയൊക്കെ ശരിയാവുമോ, എന്തൊക്കെയോ സംഭവങ്ങൾ നീ പെണ്ണായിട്ടുള്ള കാര്യം. എന്റെ മേക്കപ്പ് കിറ്റ് എന്താ എന്റെ കാലിന്റെ ഇടയിൽ കൈയിന്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ ക്ലീൻ ആവും. ഇത്ര സമയം ചെലവഴിക്കണം ഇങ്ങനെ നല്ല നീറ്റായിട്ടിരിക്കാൻ. ഇതുവരെ കണ്ടില്ല ഇങ്ങനെ ചെയ്ത് ഈ സാധനങ്ങൾക്ക് ഇതെല്ലാം ഓരോരോ സാധനങ്ങൾ ക്ലീൻ ചെയ്യാൻ എല്ലാ ദിവസവും ചെയ്യണം. പല്ല് മാത്രം തേച്ചിട്ട് കാര്യമില്ല, കൈയൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓയിൽ നോക്കും കൂടുതലാണോ കുറവ്. കൂടുതലാകുമ്പോൾ ഇടാനുള്ള സാധനം, കുറവാകുമ്പോൾ ഇടാനുള്ള സാധനം. ഓരോന്നിനും ഓരോരോ ക്രീമുകൾ. വെയിലധികമാണെങ്കിൽ വെയിലധികമാകുമ്പോൾ പുറത്തു പോകുമ്പോൾ കേട്ടോ. അതേപോലെ ലിപ്സ്റ്റിക്സ് എന്തോ നോക്കാണ്ട്. ഇത് വെയിലധികമാകുമ്പോൾ പിന്നെ ഇത് ചന്ദനം. ശരിക്കും ചന്ദനം നല്ല എന്നെല്ലാം മണപ്പിക്കുമ്പോൾ അടുത്തെത്തുമ്പോൾ ആൾക്കാർ ചെയ്യും നല്ല ഇച്ചിരി ശശി വരുന്നുണ്ട്. മനസ്സിലായോ? ഇത് ക്യാമറ എല്ലാ ഐറ്റം നമ്മള് ജീവിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം അത്യാവശ്യമുള്ള സംഭവം. ജീവൻ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടാവും. ഇതിങ്ങനെ ഇടാം ഉള്ളിൽ ഫുൾ മേക്കപ്പ് അറിയാനുണ്ടല്ലേ? ചെറിയ മിനിയേച്ചേഴ്സ് ചെറിയ മിനിയേച്ചർ ഉണ്ടല്ലോ അല്ല അങ്ങനത്തെ വേസ്റ്റ് സാധനം മുടി മുഖം കഴുകാം. മുഖം കഴുകാൻ ഇതെന്താ വെച്ചാല് വെള്ളല്ലേ? ആഫ്റ്റർ ഷേവ് ലോഷൻ. ആഫ്റ്റർ ഷേവ് ലോഷൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ കത്താൻ. ഓക്കെ, ഇതും SPF 50, ഭയങ്കര ചൂട്. ഇത് കൊളോൺ ജോൺസൺ ബേബി കൊളോൺ. ഇത് ആഫ്റ്റർ ഷേവ് ലോഷൻ. വേർപ്പൽ വരുന്ന സമയത്ത് ബാക്കിൽ ചെയ്യുന്നത്. നീ എന്താ വിചാരിക്കുന്നത്? ഇതെല്ലാം അത്യാവശ്യമുള്ള സംഭവമാണ്. നിന്റെ അച്ഛനോട് ഫുൾ പറഞ്ഞിട്ട് മേക്കപ്പ് കിറ്റ് ഫുൾ സാധനം. ഓക്കെ, പറഞ്ഞ മനസ്സിലാവണ്ട. അടുത്ത പ്രാവശ്യം വരുമ്പോ നിന്നെ കാണുമ്പോ എങ്ങനെ തോന്നണം? സിനിമ നടി വരുന്ന പോലെ തോന്നും. നിന്റെ നടപ്പോ ഇരിപ്പോ എല്ലാം അങ്ങനെയാണ്. മനസ്സിലാവണ്ട പറയണേ. വെയിലത്ത് പോകുമ്പോ ഇത് പെട്ടിട്ട് പോവാം കേട്ടോ. ഇത് SPF ആണ്. ശരി, അപ്പൊ നല്ല സുഖം. കണ്ണടച്ചിട്ട് പെട്ടാവേ. SPF കുറച്ച് പെട്ടാവും. ചെറിയ കണ്ണിലാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെ എന്നിട്ട് കണ്ണടച്ചിട്ട് ഇവിടെ നെറ്റിക്ക് വെക്കാം. വെയിലൊക്കെ മാറും. എന്താ ഇവിടെ
കഴുത്തിന്റെ അടുത്ത്. മണായ ഏ ഇത് അന്തം വിട്ടു. ഒരാൾക്കെങ്കിലും വരാൻ തോന്നിയിട്ടില്ലല്ലോ. ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനന്നേ പറഞ്ഞു അവര് നിങ്ങൾ വരുന്നപ്പോ എന്നറിയാ, ഒന്നാമത് ഈ പിള്ളേർക്ക് അവിടുന്ന് ഇവിടെ വരുമ്പോ ആദ്യം ചോദിക്കും നീ പോകുന്നുണ്ടോ? പോണം. അപ്പൊ രണ്ടാളും കൂടി കണ്ടു അപ്പൊ മൂന്നാമത്തെ ആളോട് ഉടനെ അവര് പറയും നമ്മളാരും പോകുന്നില്ല, നിങ്ങളാണ് പോകുന്നത്, നീ പണം പോയി. ആരില്ലേ പിന്നെ നമ്മളില്ല. ആദ്യത്തെ അത് ഇത് എപ്പോഴും നെഗറ്റീവ് ആൾക്കാരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പോസിറ്റീവ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പോസിറ്റീവ് ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഡിപ്പെൻസ്. ഞാൻ പ്രതീക്ഷിക്കാറേ ഇല്ല. കാരണം ഞാൻ ഇത് റെസിഡൻഷ്യൽ ആക്കുന്നതിനും കുറെ ദൂരത്തുനിന്ന് വരുന്നതിനും കാരണം എന്ന് വെച്ചാല് വന്നവിടെ പെട്ടുള്ളൂ. അപ്പൊ ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ലോക്കൽ ആൾക്കാരെ അധികം എന്റർടൈൻ ചെയ്യാത്തതിന് കാരണം ഇതുകൊണ്ടാണ്. കാരണം അവർ ഒരു ദിവസം വരും, പിറ്റേ ദിവസം വരും, പിന്നെ 2 ഫീസ് കൊടുക്കണം. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞോട് ഞാൻ ഇന്നലെ ചോദിച്ചാൽ എന്താ വരാൻ, ഞാൻ ട്യൂഷൻ പോയി. കാരണം അത് പൈസ കൊടുത്തിട്ട് കമ്മിറ്റഡ് ആണ്, ഇത് പൈസ ഇല്ലാണ്ട് കിട്ടുന്നതാണ്. പൈസ കിട്ടുമ്പോഴേ വിലയുള്ളൂ. അപ്പൊ അതേ സമയത്ത് ഞാനിപ്പോ 1000 രൂപ മേടിച്ചു വിചാരിക്കും, 10 ദിവസം വരും. അതൊരു ഹോട്ടലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സെറ്റപ്പ് ഒക്കെ ആക്കി അങ്ങനെ ഡിപ്പെൻസ്. അതെനിക്ക് ഞാൻ ഇന്നലെ ആരോടോ പറഞ്ഞു, ഒരാളും വരണ്ട, ഒരു നാരായണൻകുട്ടി വന്നാലും ഞാൻ ഹാപ്പിയാന്ന് വെച്ചാൽ അയാൾ 4 ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറയും, അത് മതി. അത്രേ ഉള്ളൂ. നമുക്ക് കുറെ ആള് വേണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലതാണ്. ഐ ഡോണ്ട് കെയർ ഹൗ മെനി ആർ ദർ ഈസ് അൺഇമ്പോർട്ടന്റ്. 2 ഒരാള് ഒരു വിജില വന്നിട്ട് കുറച്ച് ഇരുന്നാലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് നല്ലത്. അല്ലാണ്ട് കുറെ ആളുണ്ട്, 10 ആളുണ്ടെന്ന് ഞാനും വരാൻ കാര്യമില്ല. അതുകൊണ്ടാണ് ഒരു മാഷുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് വീഡിയോ ആക്കിയിട്ട് ഞാൻ ഗ്രൂപ്പ് ഇടുന്നത്. കാരണം ആ ഒരു ഡിസ്കഷൻ ഈസ് ഗുഡ്. നമ്മളിവിടെ ആളെ കൂട്ടാൻ പാർട്ടി പരിപാടി ഒന്നും അല്ല, തലയിടുന്നൊന്നും. എല്ലാം പൈസ കൊടുത്ത് വരുന്നതാണ്. അല്ലാതെ പഴയ പോലെ ആരും അത് പോയി. അപ്പം പാർട്ടി മാത്രമൊന്നുമല്ല, ഇവിടെയുള്ള സ്വാമിമാരെല്ലാം കൂടി എല്ലാരും പൈസ കൊടുത്ത് വരും. അങ്ങനെയായി എല്ലാരും. അവരോട് പറയും നിങ്ങൾ ഇത്ര ആളെ കൊണ്ടുവരണം, നിങ്ങൾ എന്റെ ഡിസൈപ്പിൾ ആണെങ്കിൽ ഞാൻ പറയും നീ 30 ആളെ കൊണ്ടുവരണം. എനിക്കൊന്നും ആവണ്ട, എന്തിനാ വെറുതെ എന്തെങ്കിലും ആക്കുന്നത്, അങ്ങനെ പറഞ്ഞു. എന്നാ പറയണ്ടേ, എനിക്കൊന്നും ആവണ്ട, എനിക്കൊന്നും പഠിക്കാൻ വെറുതെ എന്തിനാണ് അല്ലേ, വെറുതെ എന്തിനാണ് പഠിപ്പിക്കുന്നത്. ഒന്നും ആവാതിരിക്കാനും പഠിക്കണം, ഒന്നും ആവാതിരിക്കാനും പഠിക്കണം. ഏറ്റവും വലിയ ഒന്നും ആവണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ് സെൽഫ് റിയലൈസേഷൻ, ആക്ച്വലൈസേഷൻ, സ്പിരിച്വൽ എന്നൊക്കെ പറയാം. അതാവലാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇതെല്ലാം ആവാൻ വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെടുന്നത്. അതിപ്പോഴേ ആയില്ലേ, ഫുൾ ഹാപ്പി ആവാൻ. ഫുൾ ഹാപ്പി അല്ല, ഫുൾ ഓപ്ഷൻ. ഇത് മറക്കണ്ട. താങ്ക് യു പറഞ്ഞ ആർട്ടിഫിഷ്യൽ താങ്ക് യു അല്ലേ അല്ല അങ്ങനത്തെ ഇതെന്ത് ലവ് യു, ഐ ലവ് യു പറഞ്ഞു, ഇതെന്ത് ലവ് യു. അതല്ല ഒരു എനിക്കൊരു ചോദ്യം അല്ലേ, ഉണ്ട് ചൊറിയുണ്ട്, ചൊറിയുണ്ട്, ചൊറിഞ്ഞിട്ടില്ല അല്ലേ? ഇത് ഹിപ്നോട്ടിസം അതല്ലേ മാത്രമൊന്നല്ല പലരും ചെയ്യിപ്പിക്കുന്നത്.
അല്ല വെറുതെ ഇന്നെടുത്ത് പേരുണ്ട് പറഞ്ഞ പേരുണ്ട് വെറുതെ അത് അല്ല ഇങ്ങനെ ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കണം, ഈ കുട്ടി ഇങ്ങനെ തൊടുമ്പോ തൊടുവൊന്നും വേണ്ട. അല്ലല്ല തൊടുമ്പം ഈ ബോധം കിട്ടും, ഈ ഇതിനകത്തിലെ കാണുന്നത്. ഈ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ആംഗിളിൽ ഞാൻ കുറച്ച് സമയം നോക്കിയാൽ എനിക്ക് അവളെ എന്ത് വേണമെങ്കിലും ആ ബോധം കിട്ടും. അല്ല ഇങ്ങനെ ബോധം കെടുത്തലോ അല്ലെങ്കിൽ ഉണർത്തലോ ഓടിക്കലോ ചാടലോ ഒന്നും വേണമെങ്കിൽ കാരണം അറിയിക്കലോ ഒന്നും വേണമെങ്കിൽ ഇതിനകത്ത് കാണുന്നതെല്ലാം ഒരു ഒരു എനിക്ക് ദിസ് ഈസ് കോൾഡ് ആജ്ഞാ ചക്രം. ആജ്ഞാ ചക്രത്തിൽ ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപിടി ലഹള ഹസ്ബൻഡും വൈഫും ചെയ്യുമ്പോൾ ഞാൻ ഹിപ്നോട്ടൈസ് എന്റെ ഭാര്യയുടെ ബാക്കിലേക്ക് സ്കൂട്ടർ ഓടിച്ചു ചെയ്തൊരു പ്രാക്ടീസ് ഈ ചെയ്യുന്ന ആജ്ഞാചക്രത്തിലാ. ചെയ്യുന്നൊരു കാലുണ്ട്. അന്നേരം അവര് വളരെ പറഞ്ഞത് നല്ല നല്ല അവര് നമ്മളിലൊന്നും വിശ്വാസം വേണം. they have to at least believe in them. അതൊക്കെയാണ് നമ്മുടെ പൂജാവിധികളുടെ ഒക്കെ ഭാഗമാണ്. ചെയ്യുമ്പോൾ നമ്മളൊരു വിശ്വാസം അവർക്ക് ഉണ്ടെങ്കിൽ അത് ഹിപ്നോട്ടിസത്തിന്റെ വേറൊരു ഭാഗം തന്നെയാണ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞ എന്റെ ബുക്ക് വായിച്ചത് ഫുള്ള് എഴുതി. സീഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു ബുക്ക് അതിനകത്ത് ഫുള്ള് കുട്ടികളൊക്കെ എളുപ്പം ഉറങ്ങുവാ നീ ഇങ്ങനെയൊക്കെയല്ലേ ഉറങ്ങിയാ ഉറങ്ങി രക്ഷിക്കാം. ചെറുങ്ങില്ല ചെറുങ്ങനെ വയറുണ്ടാവും. ഉണ്ടാ ഞാൻ രാവിലെ വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചു, വൈകുന്നേരം ഒഴിച്ചു, രാവിലെ ഒഴിച്ചിട്ടൊന്നും എത്തൂല. ഞാൻ രാത്രി 10 മണിക്കാണ് വെള്ളം ഒഴിക്കുക. രാവിലെ വരെ അത് കയറ്റിയല്ലേ. ഓഫീസിൽ എന്തോ അല്ല ഓഫീസിൽ എന്തോ ശരിക്കും പണിയുണ്ട്. ആ ടീച്ചറൊന്ന് കാണാൻ പോകും. ഇന്നലെ ഐക്യ മാഷ് ഓർഡർ ചെയ്തു ആമസോൺ. എന്നിട്ട് കോപ്പി ഇല്ല. ഐക്യ മാഷ മറ്റേ സുഭാഷിന്റെ നമ്മളെ കൂടുതൽ താമസിക്കുന്നത് ജയരാജ ചിന്ന മിഷന്റെ ആരുമല്ലേ കാടൂരിലാണ്. പണ്ട് മൂത്തടത്തില്ല വീഡിയോ മാഷ ഐക്യ മാഷ് വളരെ ഫേമസ്. പണ്ട് ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്ന ഏക ആള് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ ആളായിരുന്നു. ഇന്നലെ നീ എന്താ ജിംകിടാത്ത? സമയം കിട്ടാൻ ബസ്സിന് വേലേ ബസ്സിന് പോയിക്കൊണ്ടിരുന്ന നല്ല പൊട്ട സാധനം കിട്ടും, നല്ല ബെസ്റ്റ് സാധനം. അപ്പൊ സ്വർണത്തിന്റെ ഇതാ പുറത്തുനിന്ന് നല്ല മാല, നല്ല നല്ല മേക്കപ്പ് ആയിട്ട് കുട്ടപ്പി ആയിട്ടൊക്കെ കാണുമ്പോ നല്ലൊരു ഇതാരാണ് ഞാൻ നാല് പറയും. ഇങ്ങനൊന്നും പോരാ. നേരെ സ്മാർട്ട് ആവണം. ഇതെന്നാ ഇത് ഹിൽ ഹൈവേ, നാഷണൽ ഹൈവേ പോലെ വേണ്ട. ഇത് ഹിൽ ഹൈവേ പോലെ നാഷണൽ ഹൈവേ സ്ട്രേറ്റ്. ഓക്കെ, ഇത് ഹിൽ ഹൈവേ. ഓക്കെ, എപ്പോ കാണുമ്പോഴും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല സുന്ദരി കുട്ടിയെ കണ്ണൊക്കെ എഴുതി. എത്ര മണിക്ക് എഴുന്നേക്കണം? ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും. ഞാൻ രാത്രി 3 മണിക്കൊക്കെ ഉണരും. ഞാൻ എന്ത് ചെയ്യും? ഇന്നലെ 3 മണിക്കൊക്കെ മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ കിടന്നു. ഓ അത് ശരി. അവള് വരണം പറഞ്ഞിട്ട് ഇങ്ങനെ സമയം. ഇന്നലെ 11 മണിക്ക് മുമ്പ് ഉറങ്ങി. കാരണം ഇടയ്ക്കിടയ്ക്കേ കറണ്ട് പോയി, ഒന്നും ചെയ്യാൻ പറ്റും. അപ്പൊ കിടന്നുറങ്ങി. അല്ല ഈ പ്രായത്തില് കുട്ടികളെ നമ്മളിങ്ങനെ പിന്നെ ഏത് പ്രായത്തിലും നമ്മൾ പറയുന്ന പോലീസ് ക്യാമ്പിൽ നീന്തൽ പഠിക്കാൻ വേണ്ടി കുറച്ച് ദിവസം പോയിട്ട് എന്നിട്ട് കുറച്ച് വെള്ളം പിടിച്ചിട്ട് ഈ പ്രായത്തിൽ ഒരു ഇപ്പോഴേ വെള്ളം അടിക്കുക. വെള്ളം പിടിച്ച് പിന്നെ ആകെ ടെൻഷനായി. ഒക്കെ മനസ്സിലായി. ഞാൻ ചോദിച്ചിരിക്കുന്നുണ്ടോ? അതൊക്കെ മാറ്റി അടിപൊളിയാണ് കേട്ടാ. ഈ പ്രായത്തിൽ ഒരു മെന്റർ കിട്ടണം അല്ല, ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ. അതാണ് ഒരു മെന്റർ. നല്ല ചില കുട്ടികൾ കുറേ ചോദ്യം ചോദിക്കില്ല. ആ മധുകുമാറിന്റെ മോളിൽ അവള് ഈ പ്രായത്തിലൊക്കെ വലിച്ച മടി പോയി എന്തൊന്നല്ല. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ പോയി. അതാണ് ഇപ്പൊ അടുത്ത കാലത്ത്, പക്ഷെ ഇപ്പൊ അടുത്ത കാലത്ത് വന്നു. ഇപ്പൊ 12ാം ക്ലാസ്സാണ്.
അടുത്ത കാലത്ത് മധു ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി, ഏതോ കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്നു. ഞാനവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു, കുറെ വൈകി. ഞാനവിടെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വാങ്ങി നോക്കുമ്പോൾ അവളെന്നെ മടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, തലാണി വെച്ചവിടെ കിടക്കുന്നു. അന്ന് ആ കുഞ്ഞായ കുഞ്ഞി 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നില്ല അവളുടെ അച്ഛൻ്റെയോ അമ്മയുടെ പടിയിൽ ഇപ്പോൾ അവിടെ കിടന്നു. ആ കുഞ്ഞായി മാറിയത് കുറേ വൈകിനാണ്. അപ്പൊ അവിടെ കിടന്നുകൊണ്ട് ഞാനും ഒന്നും അവളെ പറയുന്നത് ആ ഒരു ഇതുണ്ടല്ലോ, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം. പിന്നെ മധുവിന്റെ മൂത്ത മോള് ചിന്മയൊക്കെ വിട്ടുകൂടി വന്നു. ഇപ്പൊ വലിച്ചെടുത്ത് പറഞ്ഞു ഇത് പഠിക്കണ്ടാവും മാറിച്ചേർന്നു. പിന്നെ ഒരു 5-6 മണിക്കൂർ സംസാരിച്ചപ്പോഴാണ് ഷിബിക്ക് അഡാപ്റ്റബിൾ ടു ശരി ഞാൻ ഏറ്റെടുക്കാൻ തുടങ്ങി. പിന്നെ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചു. ഇപ്പം ആർക്കിടെക്ചർ പഠിക്കും, അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പഠിക്കും. സാമൂഹ്യം പഠിച്ചാൽ മതി, സയൻസ് പഠിക്കണ്ടെന്ന് ഓടി വന്നു. അത് ആ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ സമയത്തൊക്കെ ചിന്മേര് കിട്ടാൻ തന്നെ ഇവിടെ വന്നിരുന്നിട്ടാണ് മാത്സ് എല്ലാം. ഞാൻ പറഞ്ഞില്ല കുറെ ആളൊന്നും വേണ്ട, ആ ഒരു കുഞ്ഞിനെ മാത്രം ഫുൾ രാത്രി ഇരുന്ന് ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ കുറെ കുട്ടികൾ, സന എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് മോശം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഇവിടെ ബയോളജി ഫുൾ പഠിപ്പിക്കും. BSc ബയോളജി ആണ്, BSc സെക്കൻഡ് ഇയർ ആണ്. ആശയം ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല താല്പര്യത്തോടുകൂടി ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പിന്നെയുള്ള ഒരു കുട്ടികളെല്ലാം പിന്നെ സ്വന്തമായി അലക്കാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഒരവസ്ഥ ഉണ്ടാക്കാനൊരു അല്ല അതില്ല. ഇപ്പൊ ഈ വന്ന പോലീസുകാർ, ആ പോലീസുകാരൻ അന്ന് രാവിലെ വരുമ്പോ ഞാൻ നോക്കുമ്പോ ആ ഒരു ഓട്ടയിൽ അതിൽ നിറച്ചു ഉറുമ്പ് അരിച്ചു കയറിയിട്ടുണ്ട്. ഇന്ന് വൃത്തിയാക്കാൻ ആരും വന്നില്ല, ഞാൻ അടിച്ചു വരും. അപ്പൊ അവൻ ഇങ്ങനെ നിൽക്കുമ്പോ നീ കുറച്ച് മാറി വെക്ക് അതുകൊണ്ട് ഞാൻ ചൂലും അതൊക്കെ എടുത്ത് ചെയ്യുമ്പോ ഇങ്ങനെ നോക്കുന്നല്ലാണ്ട് എന്നാ ഞാൻ ചെയ്യാ എന്ന് പറയുന്ന ഒരു ബോധം. ഇപ്പൊ ഞാനിപ്പോ അവൻ ചെയ്യാൻ വേണ്ടിട്ടല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഞാനത് ഒരിക്കലും അങ്ങനെ. എന്നിട്ട് ഞാൻ അവരോട് എനിക്ക് പോലീസ് ആവണല്ലേ നീ ചോദിച്ചേ, ഇപ്പൊ ശപിക്കാൻ എനിക്ക് വേണം, നീ ഒരിക്കലും ആവാൻ യോഗ്യനല്ല. കാരണം കേരളത്തിന്റെ പോലീസ് ചീഫിന്റെ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇക്വലന്റ് ടു ഡെപ്യൂട്ടി ഡയറക്ടർ റോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ DGP. ആ ലെവലിൽ ഇരുന്ന ഒരാള് എത്ര കൊല്ലം മുമ്പ്, 10-12 കൊല്ലം മുമ്പ് അയാള് പണിയെടുക്കുമ്പോൾ നിനക്ക് സഹായിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നീ പോലീസ് ആയാലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോളാം. അതില്ല, ആ ബോധമില്ല. ആ ബോധം ഇല്ലാണ്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആരും അവരോട് പറഞ്ഞിട്ടില്ല, ആരെങ്കിലും പറയണ്ട. ഇപ്പൊ ഞാനിപ്പോ ചെരുപ്പ് മാറ്റി ഇപ്പുറത്ത് വെക്കണം എന്ന് അവൻ ആദ്യം വന്നു. ആദ്യം വരുന്ന ആൾ അവിടെ അഴിച്ചു വെച്ചാൽ എല്ലാവരും അഴിച്ചു. ഇപ്പുറത്ത് മാറ്റം വെച്ചാൽ എനിക്ക് ആ അറിവുണ്ടാവും. എന്റെ വീടുള്ള ചെറിയ വീടല്ലേ ആടെ ചെറിയ വീടാവുമ്പോഴാണ് കുറച്ചും കൂടി ആവേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ന്യായീകരിച്ചിട്ട് ഞാൻ ചെയ്ത് ശരിയാന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് മക്കളിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് പാരന്റ്സ്. അതാണ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അവർ കാണുന്നത്. അങ്ങനെയാവാം പാരന്റ്സ് എപ്പോഴും അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞ് 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 ശീലിച്ച് കേൾക്കുമ്പോ ശരിയാണ്, ഞാൻ അങ്ങനെയാ ചെയ്യുന്നത്. അതിപ്പോ ചിലർ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യം. ഇപ്പൊ രാവിലെ കടലക്കറി വെച്ചു, നീ എന്താണ് ഇതിനകത്ത് തേങ്ങ എല്ലാം അരച്ചിട്ട്. തേങ്ങ അരച്ചിട്ട് കടല ഉണ്ടാക്കുന്നത് നല്ലതല്ലേ, വെറുതെ വെള്ളം ഉണ്ടാക്കുന്നതിന് പകരം. അത് നെഗറ്റീവായിട്ട് കാണുന്ന എന്തിനകത്ത് കാണാൻ അല്ലെ രാവിലെ തന്നെ കടലയാണ്. അത് പണ്ട് ചോദിക്കണ്ട, മോരുണ്ടാ ഇല്ല എന്നാ ഞാൻ ഊണ് ഉണ്ടാക്കി കഴിക്കണ പറയണ്ടത്. ഇവരേക്കാളും വലിയ മൂത്ത കള്ളാണ് ഇല്ലെന്ന് പറഞ്ഞാൽ അതാണ് സ്ഥിതി. എനിക്കല്ല മനസ്സിലായത്, ഒന്നും മനസ്സിലാകാത്തവർക്ക് മനസ്സിലായിക്കൊണ്ട് എനിക്ക് മനസ്സുണ്ടാകുക. അതാണ് ചോദ്യം, ആരും ചോദിക്കാതെ ചോദ്യം.
നിന്റെ എവിടെയുള്ള പറ മനസ്സിൽ, ഇവിടെ ഈ ഭാഗത്തായിട്ട് വരും. എവിടെയാ മനസ്സിലുള്ള പറ. നിന്റെ മനസ്സിൽ ഇപ്പൊ ആരാളുള്ളത്? അതുണ്ടോ? അമ്മയാണോ? ആണോ? ഇപ്പൊ മീൻ പൊരിച്ചതും ചോറുമാണ്. വിശപ്പാണോ? ഇപ്പൊ തോന്നുന്നു കാര്യപ്പുണ്ട് ഇടാ. എന്തിന്റെ ടേസ്റ്റ് ഇപ്പൊ വരുന്നു? ചിക്കൻ കറിയാണോ മീനാണോ? മാങ്ങ മാങ്ങ അഭിനന്ദിച്ചോളൂ. അതെയാ? മാങ്ങയാണ്. വത്തക്ക ഉണ്ട്. പഴങ്ങളിൽ മാങ്ങയാണ് രാജ്ഞി എന്നാണ് രാജാവ്. മാവിച്ചേരി എന്നാണ് വരുന്നത്. മാവിച്ചേരി മാവിന്റെ ചേരിയാണ്. വേറെ കല്യാണം ഉണ്ടാവാ? ജൂൺ 2 ആ, അതെ. ഇതിന്റെ സാധ്യത ഞാൻ നല്ല ഒന്നും വീടല്ലേ നോക്കിയില്ല. കേട്ടോ. വീടെല്ലാം നല്ല ഇപ്പൊ ഒന്ന് നോക്കി വെച്ചു. ജൂൺ 2 ആ, ഞാൻ എവിടെയുള്ളത് ബ്ലോക്കില്. ഞാൻ 3-ാം തീയതി അഹമ്മദാബാദ്. അപ്പൊ 2-ാം തീയതി ഇവിടെ വന്നാൽ 3-ാം തീയതി അഹമ്മദാബാദിൽ എത്താൻ പറ്റും. 3-ാം തീയതി അഹമ്മദാബാദില്ല. 3, 4, 5, 6 അഹമ്മദാബാദ്. അങ്ങനെ എല്ലാ കലണ്ടർ ഫുള്ളാണ്. വന്നാലൊരു നല്ലൊരു അല്ല, അവര് ഹൈദരാബാദിലേക്കാ വരുന്നു കല്യാണം കഴിച്ചിട്ട്. വീട്ടിൽ പയ്യൻ ഹൈദരാബാദ്. അങ്ങോട്ട് പോകുന്നല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിസപ്ഷൻ തരാം. ആഹാ. അത് പാർട്ടി കൊടുത്തത് ഞാൻ പറഞ്ഞു, നീ ബാലകൃഷ്ണനും ബന്ധുക്കളെല്ലാം അത് ശരിയാണ്. താമസിക്കാൻ ഗസ്റ്റ് ഹൗസ് കൊടുക്കാം, ഉം. വീട്ടിൽ നല്ല വലിയൊരു കാറുണ്ട്, പാർട്ടിയാക്കാം. ഉം, ഉം. പിന്നെ അല്ലേ? നേരെ പറഞ്ഞാൽ പോലെ സ്വിഗ്ഗി ചിക്കൻ ബിരിയാണി കൊടുക്കും. നീ ചിക്കൻ കഴിക്കുക. നമ്മൾ ആടെ എന്ത് സുഖം. ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ഉച്ചയാകുമ്പോൾ ഇങ്ങനെ നോക്കും സ്വിഗ്ഗി. നടുവിലില്ല, ഡെലിവറിങ് ടു നടുവിൽ ഒന്നും കിട്ടും. ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവരും, നമ്മൾക്ക് ഒന്നും തിന്നും. ഓക്കെ, ഞാൻ തിരുവനന്തപുരത്ത് പോയാലും അങ്ങനെ ചെയ്യും. തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഏട്ടനടുത്ത് കംപ്ലീറ്റ് സാധനം ഞാൻ ഓർഡർ എടുക്കണം. ഇതൊന്നും മനസ്സിലായ? TPN കുട്ടി അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന സാധനം കിട്ടും. എന്താ തിന്നാൻ വേണ്ടിച്ചോ? ഇതെന്ത് നാട്? ഒരു സാധനവും കിട്ടും. പിസ്സ കിട്ടും, ബർഗർ കിട്ടും. അത് കുറച്ച് ചെറുപ്പത്തിൽ അവർക്ക് പുറത്തുള്ള ഒരു കൾച്ചർ. പിസ്സ, ബർഗർ, ഓംലെറ്റ്. ഇവിടെ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പില്ലേ നല്ല ഇംഗ്ലീഷ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മതി. ആ, ശരി. നീ ടീച്ചർമാരെ പഠിപ്പിച്ചാൽ മതി. ഇവൻ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ നല്ല കൈകാര്യം. ഇത് നല്ലോണം ഇംഗ്ലീഷ് പറയാം. യു ബ്ലഡി ഫൂൾ എന്നൊക്കെ പറയാം. അല്ല, ഇവർക്ക് പുറത്ത് സ്ലാങ് നടക്കുന്നുണ്ടായിരുന്നു. ഒന്നും കിട്ടിയില്ലെങ്കിൽ പോയ പിന്നെ അത് പോയി. യു ബ്ലഡി ഫുൾ ബഫലോ, അല്ല, അവർക്ക് നല്ല ഗോട്ട് ബക്കറ്റ്. സ്കൂളിൽ പോയി തുടങ്ങിയപ്പോ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ, കൾച്ചർ അപ്പൊ ഓട്ടോമാറ്റിക്കായി പറയാം. കൾച്ചർ മാറ്റേഴ്സ്. ആരുടെ കൂടെ? സത് സംഘം. അതുകൊണ്ട് സത് സംഘം എന്ത് വേണം? സത്സംഗത്തെ നിസ്സംഗത്വം പറയും. സത്സംഗത്തെ നിസ്സംഗത്വം. നിസ്സംഗത്വം. നല്ല സത്സംഗത്തിൽ പെട്ടാൽ ഒന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ ഒന്നും വേണ്ടാണ്ടാക്കലാണ് മനുഷ്യന്മാര് ഏറ്റവും. നിസ്സംഗത്വേ നിർമോഹത്വം. നിർമോഹത്തെ എന്ത് കിട്ടും? സ്വർഗം കിട്ടും. നിശ്ചലതത്വം. നിശ്ചലതത്വം. നിശ്ചലതത്വം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സ്ഥലം, അതാണ് മരണം. നിശ്ചലതത്വേ ജീവൻ മുക്തി. മുക്തി കിട്ടിയിരുന്ന കാര്യം സ്വർഗത്തിൽ പോയിരുന്ന കാര്യം വല്ല കാര്യവും. മറ്റുള്ള പറഞ്ഞത് സ്വർഗത്തിൽ പോയാൽ ആപ്പിൾ വെച്ചാൽ 2 ആപ്പിൾ ഉണ്ടാവും അല്ലേ? സ്വർഗം. ഇതിൽ കുറേ ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്തൊക്കെ വിശ്വാസം വിജ്ഞാനമായി മാറുന്നില്ല അല്ലെ? നല്ലൊരു മൊബൈലിന്റെ അത്. വിശ്വാസത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കുള്ള ഈ ദൂരം. ശ്രീനിക്ക് ഒരുപാട് ചോദ്യങ്ങളെല്ലാം നല്ല ചോദ്യങ്ങൾ ചോദിക്കായിരുന്നു. പക്ഷെ അതുണ്ടല്ല ഈ സ്പോണ്ടേനിയസ് ആയിട്ട്. അതെന്താ സംഭവിച്ചാല് ആൾക്കാർ എന്ത് കാണുന്നു അതുകൊണ്ടല്ല എന്നറിയാം. ശ്രീജിയൊക്കെ ഇടുന്ന വീഡിയോസ് ഒരു 10 മിനിറ്റിലധികം ആയാൽ ആയി കാണും. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം അരമണിക്കൂർ ഇട്ടെന്ന് വിചാരിക്കും, പിന്നെ ശ്രീജിന്റെ എല്ലാവരും കാണാം.
കാരണം ജനങ്ങൾക്ക് 3 മിനിറ്റിലധികം കാണാനുള്ള ക്ഷമയില്ല. അതെനിക്ക് നന്നായി അറിയാം. ഞാൻ ഈ ലോങ് വീഡിയോ ഇടുമ്പോ വീഡിയോ ആൾക്കാർ കാണുന്നു. യൂട്യൂബ് പരിപാടി ഞാനത് അറിയാത്തോണ്ടല്ല ലോങ് ഇടുന്നത്, ഞാൻ അറിയുന്നതുകൊണ്ട് തന്നെയാണ്. എനിക്ക് എല്ലാവരും കാണുന്നൊന്നുമില്ല. അപ്പൊ അതിൽ കാണുന്ന ആൾക്കാർ മാത്രം രണ്ടാളും അതിനിപ്പം സെലക്ട് ചെയ്യുന്ന ആൾക്കാരില്ല, അങ്ങനെയുള്ള ആൾക്കാർ മാത്രം കാണും. അതാ ഈ റീൽസിന്റെ പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ റീൽസ് ഇട്ടിട്ട് റീൽസിനോട് ലിങ്ക് ചെയ്യാം. എന്റെ എല്ലാ റീൽസ് ഉണ്ടാവുമല്ലോ, റീൽസിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ താല്പര്യം. കാണണ്ടേ നിങ്ങളുടെ ചാനലൊക്കെ? അല്ല, ഇപ്പൊ കൊറേ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഏതാ കാണേണ്ടത് എല്ലാവർക്കും സംശയം. ഷോർട്സില് എന്റെ ഷോർട്സിൽ കാണുന്ന പല സംഭവങ്ങളും വളരെ ചെറിയ 1 മിനിറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കാരണം അത് ക്രക്സ് ആയിട്ട് മാറ്റിയിട്ട് ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ ആ കാതിൽ പറഞ്ഞു തീർക്കണമെങ്കിൽ ഞാൻ കഷ്ടപ്പെടൽ ഭയങ്കര കഷ്ടപ്പെടും. ഇപ്പൊ ബോംബെ ഞാൻ രണ്ടും ഉണ്ടാക്കല്. ആളെ പിടിക്കാനുള്ള ഉണ്ട്. ഇങ്ങനെ നമ്മള് ഒരു ഇത് കളിക്കണം അല്ലേ, ടെക്നിക്കലി അറിയണപ്പാ. അത് നീ ഇങ്ങനെ ഇപ്പൊ എനിക്ക് ഷോർട്സ് ഓടുന്നില്ല പഴയ പോലെ. മുമ്പേ നല്ല റീച്ച് വന്നോണ്ടിരുന്ന അല്ലേ? മുമ്പേ 4.4 കോടി ഇപ്പൊ വന്നതാണ്. ഇപ്പൊ അല്ല, നിങ്ങൾ കുറച്ച് ലെങ്ത് ഇട്ട് കഴിഞ്ഞിട്ട് അത് കാണാൻ തുടങ്ങിയ ആൾക്കാർ പിന്നെ ഇതിനകത്ത് കാണില്ല. പിന്നെ ആ ഒരു തീവ് നോക്കുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് അവര് ഓർമ്മിപ്പിക്കുള്ളൂ. ഉണ്ടാവും. ഇതിനെന്ത് എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയല്ലേ? ഈ ശരീരത്തിന്റെ പുറകെ നടന്ന ഒരു കരക്കടിപ്പിക്കാൻ പറ്റും. നേരത്തെ സാമ്പത്തികമായിട്ട് ഒരു പുസ്തകം വായിക്കാനെന്നാ തോന്നുന്നത്. അതൊന്നും സംഭവിച്ചാൽ സാമ്പത്തികം മെച്ചപ്പെടാനില്ല. സാമ്പത്തികമായിട്ട് രക്ഷപ്പെടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണ ആൾക്കാർ I wrote a book on how to earn money, but I am searching someone who can publish it. അത് പബ്ലിഷ് ചെയ്യാനുള്ള പൈസ പോലും ഇല്ല. പിന്നെ എഴുതിയിട്ട് അങ്ങനത്തെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ഈ യൂട്യൂബിലെ എങ്ങനെ പണം ഉണ്ടാക്കാന്ന ഒരു വീഡിയോ ഉണ്ട്. യൂട്യൂബിൽ എങ്ങനെ വ്യൂ കൂട്ടാം, ആ വീഡിയോ വ്യൂ ഇല്ല. അല്ല, മനസ്സിലായില്ലേ? എങ്ങനെ 2 മില്യൺ വ്യൂ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം അതെനിക്കറിയാം. പക്ഷെ ഞാനെടുത്ത വീഡിയോ ആ 2 മില്യൺ കിട്ടാനുള്ള ഞാൻ ഇടില്ല. കാരണം അറിയാം അത് അങ്ങനെയല്ല. അതിപ്പോ ഞാൻ പറയാം. ഇവിടെ കലാമണ്ഡലം കോൺട്രവേഴ്സി ആയിട്ടുള്ള സ്ത്രീ സത്യഭാമ ആരോ പറഞ്ഞതാവും, നിങ്ങളൊരു കോൺട്രവേഴ്സി ഇട്ടാൽ കേരളം ഫുൾ നിങ്ങൾ ഫേമസ്. അതല്ലെങ്കിൽ എത്ര നല്ല ഡാൻസ് കളിച്ചാലും കരുതി കൂട്ടി അവര് ചെയ്തതായിരുന്നു. ഒറ്റ ദിവസം സത്യഭാമ ഞാൻ പറഞ്ഞില്ലല്ലോ പേര്. ഞാൻ പകുതി പറഞ്ഞതുകൊണ്ട് പേരറിയാത്തോണ്ടാ വിചാരം. കലാമണ്ഡലം അതേ പറഞ്ഞിട്ടുള്ളൂ. ഉടനെ ഇയാൾക്ക് ഒരാളെ അറിയില്ല. സത്യഭാമ ഫേമസ് ആയില്ലേ? കലാമണ്ഡലം അടിക്കുമ്പോൾ ബാക്കി യൂട്യൂബ് എടുത്തിരുന്ന സത്യഭാമയാണ്. ഇട്ടുതരും. അങ്ങനെ ഒരു കാലം 2 മാസം മുമ്പ് അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ അത് മാത്രമല്ല, രണ്ടാം സംഭവിച്ചെന്താ, RV രാമകൃഷ്ണന്റെ പേര് ചെയ്തു. ഇതൊരു പേര് നന്നായി. ഞാൻ ഉണ്ടല്ലോ എന്തോ ഒരു മോശം നമ്മളിപ്പോ ഫേമസ് അങ്ങനത്തെ രീതി ഞാൻ പ്രയോഗിച്ചില്ല. പലതും ഉണ്ടായാലും അങ്ങനെയാ. അതല്ലേ ഈ പിന്നെ ബിഗ് ബോസ് എല്ലാം കാണുന്നില്ലേ ആൾക്കാര് ചർച്ച അങ്ങനെ ആവാതെ ഒരു മാർഗമാണ്. അല്ല, അതിന് ഈ ജനങ്ങൾ ആ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ രാവിലെ അല്ല ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഒരു 9 മണി മുതൽ 10:30 വരെ നമ്മൾ എവിടെ നടന്നാലും എല്ലാ വീട്ടിലും ബിഗ് ബോസ് ഉണ്ട്. മിക്കവാറും ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് വരും. ഞാൻ കർണാടകത്തിൽ വരുമ്പോ ഈ വീട്ടിലും ആവച്ചൊക്കെ ഈ വീട്ടിലും കേൾക്കാം. അവിടെ കാരണം അവരുടെ ലോകം അതായി മാറി. 2 പേര് ലഹള കാണുന്നത് ആണ് അവരുടെ ഏറ്റവും സീരിയലും. അതേ സമയത്ത് നമ്മൾ ഗുജറാത്തിലോ രാജസ്ഥാനിലോ പഞ്ചാബിലോ ഒക്കെയുള്ള സീരിയൽ കണ്ടാൽ ഒരിക്കലും 2 പേര് ശണ്ട കൂടുന്നവർ സെലിബ്രേഷൻ. അവർക്ക് പാർട്ടികള്, സെലിബ്രേഷൻ, കൂടെ ചേരുക, കൂടെ ഭക്ഷണം ഉണ്ടാക്കുക, അതാണ് അവരുടെ ജീവിതം.
അപ്പൊ നമ്മൾ പലപ്പോഴും അത്തരം സംഭവങ്ങളിലേക്ക് പോവാത്തത് കൊണ്ടാണ് അത് ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. സമൂഹത്തിന്റെ കൾച്ചർ ഇപ്പൊ 4 ആളുണ്ട് അങ്ങനത്തെ ഗ്രൂപ്പില്. ആ ഒരു കൾച്ചർ പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് അത്രേ പറയാൻ ഇപ്പൊ ഞാൻ പറ്റും. പറയട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇന്നലെ ഇവർക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാൻ പറ്റും. ആ ഗ്രൂപ്പ് ഉണ്ടാക്കി തുടങ്ങിയിട്ട് അവര് ഇംഗ്ലീഷ് ഈസി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്നെ അതിനകത്ത് ആഡ് ചെയ്തു. എന്നിട്ട് ഇത് സംഭവമാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തില്. ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയിട്ട് അവര് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ട് എന്നെ ആഡ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം ഗുഡ് ആഫ്റ്റർനൂൺ, ഇത് ആരാന്നറിയില്ല, എന്തോ മെസ്സേജ് ഇട്ടിട്ട് ഉടനെ അത് ഡിലീറ്റ് ചെയ്തു. ഇവരുണ്ടാക്കി വി ആർ റെഡി ഫോർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ അവർ ആഡ് ചെയ്തു. ഞാനത് ഹൈ എവരി വൺ, ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചു. ഓക്കെ, ഗുഡ് ഈവനിങ്. ഇത് വായിച്ചു തോന്നില്ല അവര്. ഗുഡ് ഈവനിങ് ഐ ആം. ഇത് വായിച്ചു ഇട്ട് കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അനലൈസ് ചെയ്ത് എഴുതണ്ടേ, അത് ചെയ്തു. ഞാനത് രണ്ടാമതും എന്നിട്ട് ഐ ആം സാഹിറ എന്നുള്ളതിന് മറുപടി എഴുതി. അവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ. മറ്റയാൾ എഴുതിയതിനും മറുപടി എഴുതി, മറ്റയാൾ എഴുതി അതിനും മറുപടി എഴുതി. എന്നിട്ട് കൈവച്ചു. ഞാൻ അതിന് മുമ്പ് എഴുതിയെന്നറിയാം, അങ്ങനെ ഇത് ഉപയോഗിക്കരുത്, നോ സിമ്പിൾ, യു ഹാവ് ടു റൈറ്റ് എന്ന് കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വോയിസ് നോട്ട് ഇടാം. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടല്ല, വോയിസ് നോട്ട് ഇട്ടിട്ട് ഞാൻ എഴുതി. അതിന്റെ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വായിച്ചിട്ട് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് അതും ഇട്ടു. എന്നിട്ട് ഇംഗ്ലീഷിൽ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാർല എന്റെ സുഹൃത്താണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 90 വയസ്സായി. ഇവര് ലോകത്തിലെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ടീച്ചറാണ്. കാർല എന്ന് വെച്ചിട്ട് അടിച്ചു നോക്കും. ഇവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ, അവരെന്നെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇഷ്ടം പോലെ. കാണി കുട്ടി വരുന്നുണ്ടോ കഴിഞ്ഞിരിക്കാൻ? ഇല്ല, പോകുന്നു. ഞാൻ വരാം. അപ്പോ ഇവരും ഞാനുമായിട്ടുള്ള കുറെ ഇന്റർവ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് കണ്ടു എന്നുള്ളൊരു കാർലേന്റെ കൂടെയായിരുന്നു. എല്ലാം കാർലേന്റെ കൂടെയായിരുന്നു. ഇവരും ഞാനൊക്കെ ഈ കോവിഡ് കാലത്ത് എത്രയോ സമയം Shiksha is the organization owned by me, which runs for the youth development programs in India. അപ്പൊ ഇത് നമ്മൾ ഇട്ടാല് ഇതൊന്നും അവർക്ക് കാണണമെന്നോ ഒരു ആഗ്രഹമില്ലല്ലോ. അത് കഴിഞ്ഞ് ആരോ മെസ്സേജ് ഇട്ട് ഉടനെ ഡിലീറ്റ് ചെയ്തു. ആൾക്കാരെ ചേർക്കുന്നല്ലാണ്ട് unless you react, unless you respond, unless you repeat, unless you practice, it doesn't work. ആ ഒരു സ്വഭാവം ഇല്ല. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് മീശയില്ല, നീ ഷേവ് ചെയ്യണ്ട. ഇല്ല, മീശയില്ല. ചുട്ടിട്ട് വയ്യ എന്റെ കുഞ്ഞ്. ചുട്ടിട്ട്